അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇന്ന് അനൗൺസ് ചെയ്ത അനൗൺസ്മെൻറ്റിൽ ഇന്നൊരു അത്ഭുതം നടക്കുമെന്ന് താൻ അനൗൺസ് ചെയ്തു. ആ അത്ഭുതം എന്തെന്നറിയാമോ? ആ അത്ഭുതം ഇന്ന് രാത്രി നാം ഉയർത്തുന്നത് യേശുവിനെയാണ്. നേരത്തെ കർത്താവിൻ്റെ ദാസൻ ജയദാസ് പാടിയ പാട്ട് സത്യത്തിൽ ഇന്ന് രാത്രിയിലെ സന്ദേശമാണ്. അത് ഒന്നോ രണ്ടോ ആവർത്തി പാടി ആശീർവാദം പറഞ്ഞാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. കാര്യം അത്രമാത്രം യേശുവിനെ ഉയർത്തുന്ന മനോഹരമായ അർത്ഥവത്തായ അനുഗ്രഹിക്കപ്പെട്ട വരികളാണ് കർത്താവിൻ്റെ ദാസൻ ഇന്ന് രാത്രി. അതൊരു പഴയ പാട്ടിൻ്റെ വരികളാണ്. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. ഞാൻ നിങ്ങളിൽ ഒരുവനെ പോലെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവരാജ്യത്തിന് വേണ്ടി യേശു എന്ന നാമത്തെ ഇന്ന് രാത്രി ഉയർത്താൻ പോകുകയാണ്. നമ്മൾ പ്രിയപ്പെട്ടവരുടെ ആത്മീക ആരാധന അനുഭവിച്ചു. അവരോട് ചേർന്ന് നമ്മൾ പാടി നമ്മൾ ഉയർത്തിയത് അവരെയല്ല, യേശുവിനെയാണ്. നിങ്ങൾ കൈ ഉയർത്തിയാൽ ഉയരുന്നത് ഞങ്ങളല്ല, അവനാണ്. ആരെങ്കിലും ഒരാളൊന്ന് കൈ അടിച്ചാൽ അത് സ്റ്റേജിന് വേണ്ടിയല്ല, മറിച്ച് നമ്മെ ഇന്ന് രാത്രി ഇവിടെ ഇരുത്തിയ നമ്മുടെ നസറായനായ യേശുവിന് വേണ്ടി മാത്രമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കൈ ഒന്ന് ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താലും. തിരുവെഴുത്തിൻ്റെ ധ്യാനത്തിന് വേണ്ടി ഒരു വിശുദ്ധ തിരുവെഴുത്ത് ഇന്ന് രാത്രി അവൻ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവെഴുത്ത്. വളരെ പരിചിതമായ ഒരു വിശുദ്ധ തിരുവെഴുത്താണ്. ഇന്ന് രാത്രി നമ്മൾ ആ വാക്യം പരസ്യമായി വായിച്ചതിന് ശേഷം കർത്താവ് എനിക്ക് നൽകിയ ദൈവത്തിൻ്റെ ആലോചന യേശുവിനെ ഉയർത്തുക എന്നുള്ളതാകയാൽ നാം ഒന്നിച്ച് നെടുമങ്ങാട് പട്ടണത്തിൽ അവൻ്റെ നാമത്തെ ഉയർത്താൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. അതെ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഒന്ന് പറ ആമേൻ എന്ന്. ഒന്നുകൂടെ പറ ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ എന്നാണ്. വായിച്ച വാക്യം വളരെ പരിചിതം, ശക്തിയുള്ളത്, ചങ്കിൽ തുളച്ച് കയറുന്ന ചാട്ടുളി പോലത്തൊരു വചനം. മറ്റൊരുത്തനിലും രക്ഷയില്ല. അതങ്ങനെ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നൽകപ്പെട്ട നാമമല്ലാതെ ഭൂമിയിൽ വേറെ ഒരു നാമവും ഇല്ലവേ ഇല്ല. പദപ്രയോഗങ്ങൾ വളരെ വ്യത്യസ്തമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിനെ കുറിച്ച് പറയുമ്പോൾ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നൊരു വചനമുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. വ്യത്യസ്തമായ പദപ്രയോഗമാണ്. ആ വചനത്തിൽ തന്നെ യേശുവാണ് രക്ഷിക്കപ്പെടാൻ ഭൂമിയിൽ ഉള്ള ഒറ്റ നാമം. പല നാമങ്ങളിൽ ഒരു നാമമല്ല യേശു. അങ്ങനെ ഒറ്റ നാമമേ ഉള്ളൂ. ആ നാമമായ യേശു. കര ഉയർത്തി പറ ജീസസ്. പോരാ, ശബ്ദമുയർത്തി യേശു. ആ നാമം ജനിച്ചത് ബേത്ലഹേമിൽ. ആ നാമം വളർന്നത് നസറത്തിൽ. ആ നാമം സ്നാനമേറ്റത് യോർദാനിൽ. ആ നാമം മിനിസ്ട്രി ചെയ്തത് ഗലീലയുടെ മണ്ണിൽ. ആ നാമം അറസ്റ്റ് വരിക്കപ്പെട്ടത് ഗത്ശമനായി. ആ നാമം വിസ്തരിക്കപ്പെട്ടത് സൻഹെദ്രീം സംഘത്തിൻ്റെ മുമ്പിൽ ഹന്നാവ്, കയ്യഫാവ്, ഹെരോദാവ്, പിലാത്തോസ്. ആ നാമം അടിക്കപ്പെട്ടത് ഗബ്ബത്തായിൽ. ആ നാമം ക്രൂശുമേന്തിപ്പോയത് ജെറുസലേമിൻ്റെ തെരുവിൽ. ആ നാമം ക്രൂശിക്കപ്പെട്ടത് ഗോൽഗോഥായുടെ മലമുകളിൽ. ആ നാമം 3 നാളത്തേക്കിന് അടക്കപ്പെട്ടത് അരിമത്യക്കാരൻ്റെ കല്ലറയിൽ. 3-ാം പൊക്കം. പിന്നെ ആ നാമത്തെ ഒതുക്കാൻ പറ്റിയില്ല. അതിശക്തമായി ആ നാമം പുറത്തു വന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് വിളിച്ചുകൊണ്ട് ആ നാമം പുറത്തു വരികയാണ്. ഇനി നമ്മൾ ആ നാമവുമായിട്ടൊരല്പസമയം ഒന്ന് യാത്ര ചെയ്യാൻ പോകുകയാണ്. എനിക്കുറപ്പാണ്, ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് രാത്രി ആ നാമത്തെ ഇവിടെ ഉയർത്തുന്നേ, നമ്മൾ ഒന്നിച്ചാണ്.
ആ നാമത്തെ ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെയോ നിങ്ങളുടെയോ തറവാട് വിറ്റ് കൊടുത്താൽ വീട്ടാൻ കഴിയാത്ത പാപത്തിൻ്റെ കടം, ചങ്കിലെ ചോര ദൈവനീതിക്ക് മറുവിലയായി വെച്ച് കെട്ടി പിശാച് കവർന്നെടുത്ത എന്നെ രക്ഷപ്പെടുത്താൻ മണ്ണിലിറങ്ങി വന്ന ഉലകത്തിൽ ഒരു നാമം ബാക്കിയുണ്ടെങ്കിൽ അതെൻ്റെ യേശു അല്ലാതെ വേറെ ആരുമല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയാതെ തന്നെ ആൾക്കാർ ജനം കൈ തട്ടി തുടങ്ങിയത്. അങ്ങനെ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശു എന്ന ഏക നാമം. അപ്പോസ്തലനാകുന്ന പത്രോസിൻ്റെ പ്രസ്താവനയിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് യേശു കർത്താവിനെ കുറിച്ച് ഈ നാമം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാര്യം, കുറച്ച് അച്ചാച്ചന്മാർ ഒരുമിച്ച് ചേർന്ന് വിസ്തരിക്കാൻ വേണ്ടി നടുക്ക് പിടിച്ചു നിർത്തിയിട്ട് ഏത് നാമം കൊണ്ടാ, ഏത് ശക്തി കൊണ്ടാ ഇത് സംഭവിച്ചതെന്ന ചോദ്യത്തിന് ആൻസറാ പറഞ്ഞ് മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന്. അല്ല മിണ്ടത്തില്ലായിരുന്നു ആ സമയം. പിടിച്ചു നിർത്തി പറഞ്ഞേ പറ്റുള്ളൂ. ആ സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3 മുതലുള്ള അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ ആ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന രംഗ സംവിധാനം അവിടെ വ്യക്തമാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യവൃന്ദങ്ങളുമായി പലസ്തീൻ്റെ മണ്ണിൽ നടന്ന് ശുശ്രൂഷ നിർവഹിച്ചു പോകും അളവിൽ യേശു കർത്താവ് ഒടുവിൽ ക്രൂശിക്കപ്പെട്ടു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവസാനം യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ജനമെല്ലാം നോക്കി നിൽക്കെ യേശു കർത്താവ് ഒലിവ് മലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ ശിഷ്യവൃന്ദങ്ങളോട് പറഞ്ഞു, ഞാൻ പോകയാ, നിങ്ങൾ ഇവിടം വിട്ട് പോകരുത്. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനു വേണ്ടി നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം. യേശു ജനിച്ചത് ബേത്ലഹേമിൽ, ഞാൻ പറഞ്ഞു. യേശു വളർന്നത് നസറത്തിൽ, ഞാൻ പറഞ്ഞു. യേശു മിനിസ്ട്രി ചെയ്തത് ഗലീലായിൽ, ഞാൻ അതും പറഞ്ഞു. ആദ്യത്തെ അത്ഭുതം ചെയ്തത് കാനാവിൽ, 6000 ഭൂതത്തെ പുറത്തിറക്കിയത് ഗദരദേശത്ത്, മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നത് ബഥാനിയിൽ. പല സ്ഥലങ്ങളുമായി ബന്ധമുള്ള നസറായൻ എന്താണ് അവരോട് പറയണത്? ബേത്ലഹേമിൽ പോയി കാത്തിരിക്കാനല്ല, മിനിസ്ട്രി നന്നായി ചെയ്ത ഗലീലായിൽ പോയി കാത്തിരിക്കാനല്ല. ഇതുവരെ ഒന്നും ചെയ്യാത്തൊരു മണ്ണ്, യേശു മുറിവേറ്റ മണ്ണ്, യേശു തകർന്ന സ്ഥലം, യേശുവിൻ്റെ രക്തം ചിന്തിയ സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേരാ ജെറുസലേം. എവിടെ തകർന്നോ അവിടെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇന്ന് രാത്രി പരസ്യ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സഭയോടൊരു ദൂത് പറഞ്ഞ് ഞാൻ പോകട്ടെ. തകർന്ന സ്ഥലം വിട്ട് നീ എങ്ങോട്ടും എസ്കേപ്പ് ആകണ്ട. ഉടഞ്ഞ ഏരിയ വിട്ട് നീ എങ്ങോട്ടും സെൻഡ് ഓഫ് വാങ്ങി പോകണ്ട. നീ എവിടെ മുറിവേറ്റോ അവിടെ തന്നെ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവ് ഒരു വലിയ റിവൈവൽ തുടങ്ങുമെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ എന്നോട് ചേർന്ന കരമടിച്ചെന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. അതേ യെരൂശലേമിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അങ്ങനെ അവർ കാത്തിരുന്നു. എത്ര നാൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞില്ല, വരുന്നത് വരെ അവർ കാത്തിരുന്നു. ആത്മാവ് വന്നു, സഭ ആരംഭിച്ചു. അതാണ് 2-ാം അധ്യായം. 2-ാം അധ്യായത്തിൽ സഭ ആരംഭിക്കപ്പെടുമ്പോൾ ദൈവസഭയുടെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പത്രോസ്ലീഹായ. പത്രോസിൻ്റെ സന്ദേശം കേട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു സഭയിലേക്ക് ഓടിയെത്തിയവരുടെ എണ്ണം 3000. ദൈവശക്തി ഇറങ്ങിയാൽ ജനത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ ഇന്ന് രാത്രി ഒന്നുകൂടെ ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പവർ വെളിപ്പെട്ടാൽ ജനത്തെ തടുക്കാൻ ഒരു നാട്ടിലും ആർക്കും കഴിയുകയില്ല എന്ന് ഈ രാത്രി ഞാൻ ദൈവജനത്തിന് കൈമാറുകയാണ്. 2-ാം അധ്യായം അവസാനിച്ച് 3-ാം അധ്യായം തുടങ്ങുമ്പോൾ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ വാതിക്കെ ഒരു മുടന്തനായ മനുഷ്യൻ, പിറവിയിലെ മുടന്തൻ, നരിയാണി ഉറയ്ക്കാത്തവൻ, ചിലർ കൂടി അവനെ ചുമന്നുകൊണ്ട് വന്ന് അതിൻ്റെ ഫ്രണ്ടിലിരുത്തി. എന്തിനെന്നറിയാമോ? വരുന്നവരോടും പോകുന്നവരോടും ഭിക്ഷാടനം നടത്തുവാൻ. എന്നിട്ട് അവൻ ഭിക്ഷ തേടി കിട്ടുന്ന പണം അനുഭവിക്കാൻ വേണ്ടിയായി ഇവർ ചുമന്നുകൊണ്ട് വന്നത്. അവനു വേണ്ടിയല്ല അവൻ ഭിക്ഷാടനം നടത്തുന്നത്, പലരുടെയും വരുമാന മാർഗമാ അവൻ. അങ്ങോട്ടാ പത്രോസിൻ്റെ കൈ നീണ്ടു ചെല്ലുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, കൊച്ചു വലയെറിഞ്ഞ് വലിയ മത്സ്യം പിടിക്കുവാൻ ഉള്ളത്തിൽ കാത്തിരിക്കുന്ന ഒത്തിരി അച്ചാച്ചന്മാരുടെ മണ്ണിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നേ.
നീ എന്നും മുടന്തനായിരുന്നാൽ ആ കെയർ ഓഫിൽ വരുമാനമാണെന്ന് ആഗ്രഹിക്കുന്ന പലർക്കും തിരിച്ചടി എന്ന വണ്ണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ചിലർ നെടുമങ്ങാടിരിപ്പുണ്ട്. അവരുടെ കാലം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാ. മുടന്തൻ ചാടി എഴുന്നേൽക്കത്തക്കവണ്ണം പത്രോസ് നടന്നു ചെന്നിട്ട് അവനെ നോക്കി പറയുന്നൊരു കാര്യം, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ചർച്ചിൽ മിനിസ്ട്രി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, 2 പേരാണ് സുന്ദരമെന്ന ദൈവാലയത്തിലേക്ക് പോകുന്നത്. ഒന്ന് പത്രോസ്, 2 യോഹന്നാൻ. പക്ഷേ ആ മുടന്തനെ കണ്ടപ്പം നിയോഗം വന്നത് പത്രോസിന്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഈ മന്ത് ഓഫ് ഏപ്രിൽ നിങ്ങൾക്കൊരു നിയോഗം വരാൻ പോകുകയാണ്. ആത്മാവിൻ്റെ നിയോഗം വന്നു പോയാൽ നിൻ്റെ മേലുള്ള പവർ കരം പോലും തിരിച്ചറിയും. ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. അഭിഷിക്തന്മാരെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ മേലൊരു നിയോഗം വരാൻ സമയമായി. കുറെ വർഷങ്ങളായി വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങളിൽ പലരും ആ നിയോഗം തിരിച്ചറിയാൻ പോകുകയാ. നിങ്ങൾക്ക് നിയോഗം വന്നാൽ ക്യാൻസർ സൗഖ്യമാകും. നിങ്ങൾക്ക് നിയോഗം വന്നാൽ മുടന്തൻ ചാടി എഴുന്നേൽക്കും. കാര്യം, ക്യാൻസറിന് യേശു എന്ന നാമത്തെ ഭയമാണ്, ട്യൂമറിന് യേശു എന്ന നാമത്തെ ഭയമാണ്. ഈ രാത്രി ആരെങ്കിലും രോഗികളായി ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അഭിഷേകമുള്ളൊരു പത്രോസ് ഇതിൻ്റെ അകത്ത് കാണൂ. ഈ രാത്രി ആ വ്യക്തിയിൽ ദൈവശക്തി ഇറങ്ങിയാൽ ഞാൻ വിശ്വസിക്കുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ കരുത്തുള്ള ഒരു അപ്പോസ്തോലിക അഭിഷേകം ഈ രാത്രി ഇതിൻ്റെ അകത്ത് ചലിക്കട്ടെ. സൗഖ്യമായി. ഈ മനുഷ്യൻ സൗഖ്യമായപ്പോൾ വാർത്ത നാട്ടിൽ പരന്നു. ധാരാളം ആൾക്കാർ ഓടിയെത്തി. അപ്പോസ്തലന്മാർ ചോദിച്ചു, എന്തിനാ ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നോക്കണേ? നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും. പിന്നെ സംഭവിച്ച സംഭവം, അതിൻ്റെ ആൻസർ പത്രോസ് പറയുന്നുണ്ട്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം യേശുവിനെ മഹത്വപ്പെടുത്തി. യേശു മഹത്വപ്പെട്ടപ്പം മുടന്തൻ ചാടി എഴുന്നേറ്റു. എത്ര പേർക്ക് ഇന്ന് രാത്രി മഹത്വം കർത്താവിന് കൊടുക്കാൻ തയ്യാറുണ്ട്? അവൻ്റെ നാമം നെടുമങ്ങാട് മഹത്വപ്പെട്ടാൽ ഈ രാത്രി ഒരു വലിയ ഡെലിവറൻസ് ഇതിൻ്റെ അകത്ത് സംഭവ്യമായിരിക്കും. അവസാനം ജനം ഓടിക്കൂടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് പേര് ഒരുമിച്ച് ചേർന്ന്, നമ്മുടെ അച്ചാച്ചന്മാർ നീളക്കുപ്പായും നിലയെങ്കിൽ നടുക്കെട്ട് മരക്കെട്ടും ഒക്കെ കെട്ടി, യഹോവയ്ക്ക് വിശുദ്ധമെന്നുള്ള നെറ്റിപ്പട്ടമൊക്കെ കെട്ടി, മാർപ്പതക്കോ ഏഫോദും ഒക്കെ ധരിച്ച്, 2 ചുമൽക്കണ്ടങ്ങളിൽ 6 ഗോമേതക കല്ലുമൊക്കെ കൊത്തി, ആ 12 ഗോമേതക കല്ലിൽ 12 ഗോത്രപിതാക്കന്മാരുടെ പേരും കൊത്തി, ആ കുപ്പായത്തിൻ്റെ താഴെ മാതളപ്പഴങ്ങളും പൊന്മണികളൊക്കെ കെട്ടിത്തൂക്കിയിട്ട 2 അച്ചാച്ചന്മാരുണ്ട്. ഒരാൾ ഹന്നാവ്, 2 കയ്യഫാവ്. യേശുവിൻ്റെ കാലത്ത് പോലും പാഠം പഠിക്കാത്ത അച്ചാച്ചന്മാർ. പിന്നെ ഒരു യോഹന്നാൻ, പിന്നെ ഒരു അലക്സാണ്ടർ, പോരാഞ്ഞിട്ട് മഹാപുരോഹിത വംശത്തിലുള്ള കുറച്ച് അച്ചാച്ചന്മാർ. എല്ലാവരുടെ കൂടി പത്രോസിനെയും യോഹന്നാനെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നത് പോലെയാക്കി. ഒരു രാത്രി മുഴുവൻ അവരെ കാവലാക്കുകയാണ്. അതാ 4-ാമത്തെ അധ്യായം. കാവലാക്കി എന്ന് പറഞ്ഞാണ് 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. പിറ്റേന്നാൾ വരെ കാവലിലാക്കിയെന്ന്. 4-ാമത്തെ വാക്യം, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പിശാചേ, അപ്പോസ്തലന്മാരെ കാവലിലാക്കിയാലും സുവിശേഷം അതിൻ്റെ പ്രവൃത്തി ചെയ്യും. 2-ാം അധ്യായത്തിൽ 3000 4-ൽ വന്നപ്പോൾ അത് 5000 എന്ന് വെച്ചാൽ അടിച്ചമർത്താൻ ശ്രമിക്കും തോറും കുതിച്ചുയരുന്നൊരു ശക്തിയുണ്ടെങ്കിൽ അതിൻ്റെ പേരാ സുവിശേഷം. ഇന്ന് രാത്രി ഒരുമിച്ച് ആ സുവിശേഷത്തെ ഒന്ന് ഉയർത്തിയേക്കണം കേട്ടോ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, അടിച്ചമർത്താൻ ശ്രമിക്കും തോറും കുതിച്ചുയരുന്ന ഭൂമിയിൽ ഏക ശക്തിയുണ്ടെങ്കിൽ അതിൻ്റെ പേരാ സുവിശേഷം. സുവിശേഷം ഒരു ശക്തി മാത്രമല്ല, സുവിശേഷം ഒരു വ്യക്തിയാണ്. അവൻ്റെ പേരാ നസറായനായ യേശു. അറസ്റ്റിലാക്കാം, കാരാഗൃഹത്തിൽ അടയ്ക്കാം. കാരണം ഇത് ക്രിസ്തീയ മാർഗമാണ്. ക്രിസ്ത്യാനിത്വം മതമല്ല, ക്രിസ്ത്യാനിത്വം മാർഗമാണ്. മതത്തെ തകർക്കാം, മാർഗത്തെ തകർക്കാൻ ഒക്കത്തില്ല. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന വഴി നസറായനാണ്.
അവനെ ഒന്ന് തകർത്തു നോക്കിയതാ. പക്ഷേ മൂന്നാം പൊക്കം അവൻ ഉയർത്തെഴുന്നേറ്റു. എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ശക്തിയോടെ ബ്ലസ് നെടുമങ്ങാടിൽ നിർബന്ധമായി ഡിക്ലെയർ ചെയ്യുന്നു, അടിച്ചമർത്താൻ നോക്കരുത്, ഇത് കുതിച്ചുയരും. ബൈബിളിൽ അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസമുണ്ട്. പീഡിപ്പിക്കും തോറും പെരുകുന്ന ജനമാ തമ്പുരാന്റെ ജനം. സാധാരണ പെർസിക്യൂഷൻ വരുമ്പം, പീഡ വരുമ്പം ചുരുങ്ങുക. ഇത് നേരെ തിരിച്ചാണ്. പീഡ സഭയ്ക്ക് ഭക്ഷണം പോലെ. പീഡിപ്പിക്കും തോറും ജനം പെരുകും. നമ്മുടെ വേൾഡ് വൈഡായിട്ട് ക്രിസ്ത്യാനിറ്റിയെ നോക്കിയാൽ ക്രിസ്ത്യാനിറ്റി ഒത്തിരി ഉപദ്രവിക്കപ്പെട്ടതാണ്. ഇതിനുവേണ്ടി രക്തസാക്ഷിത്വ മരണം വരിച്ച ഭക്തന്മാരുടെ എണ്ണം ലക്ഷക്കണക്കിനൊന്നും അല്ല കേട്ടോ. ക്രിസ്തീയ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ലോകരാജ്യങ്ങളിലൊക്കെ ക്രിസ്തീയ മതപീഠം നടന്നിട്ടുണ്ട്, ഇന്ത്യയിലും കുറവല്ല. പിന്നീട് ഞാൻ വിശദീകരിക്കാം. റുമേനിയൻ ഗവൺമെൻറ് അന്നത്തെ കാലത്ത് കിട്ടാനുള്ള സകല ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ഒരു സമയമുണ്ട്. അന്ന് ആദ്യമായി ക്രിസ്തീയ മാർഗത്തിന് വേണ്ടി അറസ്റ്റ് വരിക്കപ്പെട്ട ഒരു ശക്തനായ ലീഡറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അപരനാമം ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പേര് റിച്ചാർഡ് വൂംബ്രാൻഡ്. ആ ശക്തനായ ദൈവദാസൻ തൻ്റെ ഭാര്യ, തൻ്റെ സഹോദരൻ, തൻ്റെ കൂടെയുള്ള സഭാ ശുശ്രൂഷകന്മാർ, തൻ്റെ ഒപ്പമുള്ള ദൈവമക്കൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു റുമേനിയൻ ഗവൺമെൻറ് തടവറയിലാക്കി ജയിലിൽ ആ സെല്ലാറിൽ അടച്ചു. അദ്ദേഹം എഴുതി, ക്രിസ്ത്യാനികളെ കൊണ്ട് അവർ ജയിൽ നിറയ്ക്കാം, പക്ഷെ ജയിലിൽ ആരാധന ഉയരും. ഇത് അടച്ചിട്ടാൽ അടങ്ങിപ്പാർക്കുന്ന ഒരു ഗണമല്ല. കൈസരുടെ അരമനയിൽ നിന്ന് വിശുദ്ധന്മാർ നിങ്ങളെ വന്ദനം ചൊല്ലുന്നെന്ന് ലേഖനദ്വാര പൗലൂസ് കാരാഗ്രഹത്തിൽ ചങ്ങല കിടക്കുമ്പോൾ എഴുതുമ്പോൾ, കൈസരുടെ അരമനയിൽ നിന്ന് വിശുദ്ധന്മാർ ചേർന്ന് നിന്നിട്ട് പറയുക, ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെയും കൂടി ഒരു വന്ദനം പറഞ്ഞേക്കണം. എന്നാ, പൗലൂസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കാരാഗ്രഹത്തിലിട്ട കിങ്കരന്മാരാ, പട്ടാളക്കാരാ. പൗലൂസ് മുഖാന്തരം അവരുടെ കെട്ടഴിഞ്ഞപ്പോ അരമനയ്ക്കകത്ത്, അതും കൈസരുടെ അരമനയ്ക്കകത്ത് സഭയുടെ പവർ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കൈമാറാൻ പോകുകയാ. ഇന്ത്യയുടെ ജയിലുകൾക്കകത്ത് യേശുവിനെ ആരാധിക്കുന്ന ഒരുപറ്റ ഭക്തന്മാർ കിടപ്പുണ്ട്. ജയിലുകൾക്കകത്ത് വിശുദ്ധന്മാർ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ക്രിസ്ത്യാനികളെ കൊണ്ടവർ ജയിൽ നിറച്ചു. റിച്ചാർഡ് വൂംബ്രാൻഡിൻ്റെ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ, ക്രിസ്ത്യാനിയാണോ ഒന്ന് വാങ്ങി വായിക്കണം, ഉള്ളം തുടിക്കും. ജീവനോടെ തൻ്റെ സ്കിൻ അവർ വലിച്ചുരിയുമായിരുന്നു. ജീവനോടെ. ഒരു സേഫ്റ്റി പിൻ കൊണ്ടാൽ നമുക്ക് വേദനയാണെങ്കിൽ, റിച്ചാർഡ് വൂംബ്രാൻഡിനെ അവർ ഉപദ്രവിച്ച കഠിന വേദന വാക്കുകൾക്കതീതം. സ്കിന്ന് വലിച്ചൂരുമായിരുന്നു. വലിച്ചുരിയുമ്പോൾ അലറി വിളിച്ച് കരയും റിച്ചാർഡ് വൂംബ്രാൻഡ്. അപ്പോൾ തൊട്ടപ്പുറത്ത് സെല്ലാറിൽ കിടക്കുന്ന ഭാര്യയ്ക്ക് മനസ്സിലാകും, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല. കരച്ചില് കൊണ്ടറിയാൻ പറ്റും. സ്തോത്രം. താൻ തൻ്റെ ഭാര്യയെ അന്നത്തെ പട്ടാളക്കാർ ഉപദ്രവിച്ചതിനെ കുറിച്ച് എഴുതിയത് ഇങ്ങനെ: എൻ്റെ ഭാര്യയെ അവർ ഉപദ്രവിച്ചത് എഴുതാൻ ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ കൈക്ക് ബലം പോരാ. അതുപോലെ എൻ്റെ ഭാര്യ ഉപദ്രവിക്കപ്പെട്ടു. അവിടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഭർത്താവിനറിയാം ഭാര്യ മരിച്ചിട്ടില്ല. തൻ്റെ കൂടെ ശുശ്രൂഷ നിർവഹിച്ചൊരു സഭാ ശുശ്രൂഷകനെ അവർ ഉപദ്രവിച്ചിട്ട് പറഞ്ഞു, ഇത്രയും വിശ്വാസിയല്ലല്ലോ നിനക്കുള്ള, കുറച്ചും കൂടി ആൾക്കാരുണ്ടല്ലോ. ഉവ്, അവരെവിടെ ഒളിച്ചിരിക്കുന്നെന്ന് പറയണം, ഞങ്ങൾക്കവരെ അറസ്റ്റ് ചെയ്യണം. താൻ പറഞ്ഞു, നോ, ഞാൻ അവരെ കാണിച്ചു കൊടുക്കില്ല. എന്താ കാര്യം? ഞാൻ അവരെ കാണിച്ചു കൊടുത്താൽ എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. ഓ ഹല്ലേലൂയ. ഞാൻ കാണിച്ചു കൊടുക്കുകയില്ല. നിർദ്ദയം അദ്ദേഹത്തെ അവർ ഉപദ്രവിച്ചു. ചോദിച്ചു, പറ, എവിടാ നിന്റെ വിശ്വാസി ഇരിക്കുന്നത്? താൻ പറഞ്ഞു, ഇല്ല, എൻ്റെ വിശ്വാസിയെ ഞാൻ കാണിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ കാണിച്ചു കൊടുത്താൽ
എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. ഇന്ന് രാത്രി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, കാണിച്ചു കൊടുത്ത് 30 വെള്ളിക്കാശ് വാങ്ങി കീശയിലിട്ട യൂദയുടെ ആൾക്കാരല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ പുസ്തകത്തിനു വേണ്ടി എന്തും ചിലവാക്കാൻ കരുത്തുള്ള ഒരു തലമുറ നെടുമങ്ങാടുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ഡിക്ലെയർ ചെയ്താൽ, അനുഭവം കൊണ്ട് ആമേൻ പറയാൻ കരുത്തുള്ളവർ കരമുയർത്തി അടിച്ച് സർവശക്തന് ഇന്ന് രാത്രി നന്ദി പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? യെസ്, ഇത് വിറ്റാൽ കാശ് കിട്ടും. മിനിമം 30 വെള്ളിക്കാശെങ്കിലും ഉറപ്പാ. പക്ഷേ ഇത് വിറ്റ് കിട്ടുന്ന കാശ് നിനക്ക് അനുഭവിക്കാൻ ഒക്കത്തില്ല. അത് ശാപഗ്രസ്തമാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനി, സർവശക്തനെ സന്ധിക്കാൻ പോകുമ്പോൾ കരപുരളാത്ത കരവുമായി കർത്താവിനെ കാണാൻ പോകണ. ഇത് വിൽക്കരുത്. വിശുദ്ധ തിരുവെഴുത്ത് കൊണ്ടുവന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന ആ വിശുദ്ധ തിരുവെഴുത്ത് ഉയരത്തിലേക്ക് ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട്, ആ വിശുദ്ധ തിരുവെടുത്ത് ഉയരത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും ചേർന്നൊരു ഹല്ലേലൂയ പറയുക. Glory to God. പറയില്ല എന്ന് കണ്ടപ്പോ ആ ദൈവദാസനെ ഐസ് നിറച്ച മുറിക്കകത്തേക്ക് കൊണ്ടുപോയി തലകീഴായി അതിൻ്റെ നടുവിൽ കെട്ടിത്തൂക്കിയിട്ട് പട്ടാളക്കാർ വാതിൽ വലിച്ചടച്ച് 2-3 ഹോൾ അതിലിട്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ അദ്ദേഹത്തെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശക്തമായ തണുപ്പ് മുഖാന്തരം ആ ശരീരം വിറങ്ങലിച്ചു, ഫ്രീസായിപ്പോയി. ചലനശേഷി നഷ്ടപ്പെട്ടപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു പുറത്തെടുത്തിടുക. തലകീഴായി കെട്ടി നിർത്തി ഒരൈസ് പാളി പോലെ ആയ മനുഷ്യനെ അഴിച്ചെടുത്ത് വെയിലത്ത് വസ്ത്രം ഉണങ്ങാനിടുന്നത് പോലെ അവർ വെയിലത്ത് ഉണങ്ങാനിട്ടു. വെയിൽ തട്ടുമ്പോൾ കണ്ണ് തുറക്കാൻ തുടങ്ങി, വിരലുകൾ ചലിക്കാൻ തുടങ്ങി. അവർ തോക്ക് ചൂണ്ടി ചോദിച്ചു, പറ, എവിടെയാ നിന്റെ വിശ്വാസി? അവിടെ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ പറയത്തില്ല. ഞാൻ അവരെ കാണിച്ചു കൊടുത്താൽ എൻ്റെ നാഥനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. ക്രിസ്തു ഉള്ളിലുള്ളവൻ ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. ഈ രാത്രി സന്ദേശം ഇന്ത്യയിലേക്ക് ഞാൻ ഇമ്പാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ആത്മഭാരമുള്ള സകല ദൈവമക്കളും എൻ്റെ ഒപ്പമുണ്ടായിരിക്കണം. പിശാചിൻ്റെ കയ്യിൽ നിന്ന് നാടിനെ വിടിവിക്കാൻ കരുത്തുള്ള സുവിശേഷത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി പുറത്തു വരാൻ പോകുകയാണ്. വീണ്ടും അവർ ആ ഐസുപാളിക്കകത്ത് തലകീഴായി കെട്ടിത്തൂക്കി വാതിൽ വലിച്ചടച്ചു. ഡോക്ടേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചലനം നിലച്ചു, തണുത്തു വിറങ്ങലിച്ച്. തുറന്ന് പുറത്തെടുക്കാൻ പറഞ്ഞു. തുറന്ന് പുറത്തെടുത്തു, വെയിലത്തുണങ്ങാനിട്ടു. പലവരും ഇത് ആവർത്തിച്ചു. താൻ പറഞ്ഞു, ഇല്ല, എൻ്റെ വിശ്വാസിയെ ഞാൻ കാണിച്ചു കൊടുക്കത്തില്ല. അവസാനം അവർ തീരുമാനിച്ചു, ഇവനെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ. മർദ്ദന മുറകൾ അഴിച്ചുവിടാം. അവർ കണ്ടെത്തിയൊരു തന്ത്രം. ഈ ദൈവദാസന് 14 വയസ്സ് പ്രായമുള്ളൊരു മകനുണ്ട്, പേര് അലക്സാണ്ടർ. അദ്ദേഹത്തെ, ആ കൊച്ചിനെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, പലവരും നിന്നോട് ആവശ്യപ്പെട്ടു പറയാൻ, നീ പറഞ്ഞില്ല. പക്ഷേ ഇനി നീ പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ മകനെ നിൻ്റെ കൺമുമ്പിൽ വെച്ച് ഞങ്ങൾ തല്ലിക്കൊല്ലും, പറയാമോ? അദ്ദേഹം പറഞ്ഞു, നോ, എൻ്റെ കുഞ്ഞിനെ കൊന്നാലും എൻ്റെ വിശ്വാസിയെ ഒറ്റിക്കൊടുക്കത്തില്ല. ഞാൻ എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. സഹോദര, ചോരയുടെ മുമ്പിലും പുറകോട്ട് പോകാത്തൊരു പവറാണിതെന്ന് ഈ രാത്രി തിരിച്ചറിവുള്ള ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. രക്തസാക്ഷികളുടെ രക്തം ദൈവസഭയുടെ വിത്താണെന്ന് മഹാനായ തെർത്തുല്യൻ പറഞ്ഞതുപോലെ ദൈവസഭ വളർത്തിയെടുത്തത് പണം കൊണ്ടല്ല. ആയിരുന്നെങ്കിൽ അതിനേക്കാൾ പണമുള്ളവൻ സഭയെ തകർത്തേനെ. ദൈവസഭയെ വളർത്തിയെടുത്തത് കരബലം കൊണ്ടല്ല, അതിനേക്കാൾ അഭ്യാസമുള്ളവൻ ആ സഭയെ ജയിച്ചേനെ. ദൈവസഭയെ വളർത്തിയെടുത്തത് പിടിപാട് കൊണ്ടല്ല, എങ്കിൽ അതിനേക്കാൾ പിടിപാടുള്ളവൻ സഭയെ ജയിച്ചേനെ. ദൈവസഭയെ വളർത്തിയെടുത്തത് കരബലം കൊണ്ടോ പണബലം കൊണ്ടോ ആൾബലം കൊണ്ടോ അല്ല. ഇതിനു വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ച് രക്തം ചിന്തിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാർ ഇതിന്റെ പുറകിൽ വില കൊടുത്ത്
ഉയർത്തി നേടിയതായതുകൊണ്ട് ഫിലിപ്പിന്റെ കൈസരിയാകുന്ന ബാനിയാസിൽ വെച്ച് എന്റെ നസറായൻ കൊടുത്ത ഡിക്ലറേഷൻ, ഞാൻ എന്റെ സഭയെ പണിയോ. ഇവിടുത്തെ ദൈവദാസന്മാരല്ല പണിയുന്നത്, ഞാനാ പണിയുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ. എല്ലാവരും ഡിക്ലെയർ ചെയ്യുക, ജയിക്കയില്ല. കമോൺ, ശബ്ദം ഉയർത്തി, ജയിക്കയില്ല. അവർ ആ മകനെ 4 വശത്ത് നിന്ന് അടിച്ചു. തന്റെ തല പൊട്ടി, ദേഹം പൊട്ടി, ചോര ഒഴുകി, നിലത്തു വീണ് കിടന്ന് പടയുന്ന 14കാരൻ, ചോരയിൽ വിയർത്ത്, ചോരയിൽ കുളിച്ച്, തല മുതൽ പാദം വരെ പൊട്ടി തല്ലുകൊണ്ട് വേദനപ്പെട്ട് അലറി വിളിക്കുന്ന മകനെ കണ്ടപ്പോൾ അപ്പന്റെ ഹൃദയമൊന്ന് തകർന്നു പോയി. അപ്പൻ പറഞ്ഞു, ഇനി എൻ്റെ കൊച്ചിനെ തല്ലരുത്, എൻ്റെ വിശ്വാസി എവിടെയാ ഇരിക്കുന്നെന്ന് ഞാൻ പറയാം. അവർ തല്ല് നിർത്തി. ഏതപ്പൻ്റെയും കരളുരുകുന്ന സമയം, ഏതപ്പൻ്റെയും ഉള്ളമുടയുന്ന സമയം, അവർ കയ്യിൽ ആയുധം താഴെ വെച്ചു. പറയാൻ പറഞ്ഞു, എവിടാ നിന്റെ വിശ്വാസി, പറയാം എന്ന് പറഞ്ഞപ്പോൾ നിലത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന 14കാരൻ കൈ കുത്തി അങ്ങ് പൊങ്ങി. അപ്പന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ചോര തുപ്പിക്കൊണ്ടൊരു വിളിയാ, ഡാഡി പറയരുത്. തള്ളിപ്പറഞ്ഞൊരപ്പന്റെ മകനായി മരിക്കാൻ ഞാൻ തയ്യാറല്ല. ഡാഡി, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. ഓ ജീസസ്, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം ഡാഡി. ഞാൻ മരിച്ചു കഴിയുമ്പോ ഇവര് ഡാഡിയെ കൊല്ലും. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് അവിടെ കാണാം. തള്ളി പറയരുത്. നെടുമങ്ങാട് ഇങ്ങനെ ഒരു 14കാരൻ ഇരിപ്പുണ്ട്. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു 14കാരനെ തപ്പി ഈ ഗ്രൗണ്ടിൽ യേശു കർത്താവ് വന്നിട്ടുണ്ട്. ബ്ലസ് നെടുമങ്ങാട് ഇങ്ങനെ ഒരു 14കാരൻ, ഇങ്ങനെ ഒരു 18കാരൻ, ഇങ്ങനെ ഒരു 19കാരൻ, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ തപ്പി ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഒന്ന് കൈയുയർത്തി പിടിച്ച്, യങ്സ്റ്റേഴ്സ്, യുവാക്കന്മാരെല്ലാം ഒന്ന് കൈയുയർത്തി പിടിച്ച്, ചെറുപ്പക്കാരെല്ലാം ഒന്ന് കൈയുയർത്തിക്ക്. കമോൺ, ഞാനൊന്ന് കാണട്ടെ. ധൈര്യത്തോടെ, ആരും പറഞ്ഞിട്ടല്ല, ധൈര്യത്തോടെ കൈയൊന്ന് ഉയർത്തിക്ക്. കമോൺ, പോരാ പോരാ പോരാ, തലയ്ക്ക് മുകളിലെ കൈയുയർത്തി. ചെറുപ്പക്കാർ, യൗവനക്കാർ, യുവതിയുവാക്കന്മാർ, യങ്സ്റ്റേഴ്സ് എല്ലാം ഒന്ന് കൈയുയർത്തി പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ. ആ കൈയുയർത്തിയ യുവാക്കന്മാർ, യുവതിമാരെല്ലാം അവിടെ ഒന്ന് എഴുന്നേറ്റൊന്ന് നിന്നേ, ഞാനൊന്ന് കാണട്ടെ. ആ ചെറുപ്പക്കാരൊക്കെ അവിടെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരു നിമിഷം, ആ അലക്സാണ്ടറിനെ പോലെ ഒരാൾ ഇതിൻ്റെ അകത്തുണ്ടോ ഒന്ന് സെർച്ച് ചെയ്യട്ടെ. എഴുന്നേറ്റ് നിൽക്ക് ധൈര്യത്തോടെ. എന്നിട്ട് 1-2 നിമിഷം ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ ചെറുപ്പക്കാരെന്ന് പറഞ്ഞേ ദൈവത്തിന്, യേശുവിന് സ്തോത്രം ചെയ്തേ. പിശാചേ, സഭകൾ വംശനാശം വരുമെന്ന് പറഞ്ഞ് പാപത്തിൻ്റെ ശക്തി യൗവനക്കാരിലേക്ക് ഇട്ട് ജനത്തെ നിന്റെ പൂണിയിലാക്കാമെന്ന് സാത്താനെ നീ ഇനി വ്യാമോഹിക്കണ്ട. ബ്ലസ് നെടുമങ്ങാടിലേക്ക് നോക്ക. 100 കണക്കിന് ചെറുപ്പക്കാർ ഇന്ന് രാത്രി യേശുവിന് വേണ്ടി കരമുയർത്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ആത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാ, ക്രിസ്ത്യാനിത്വത്തെ പരിപോഷിപ്പിക്കുവാൻ കഴിഞ്ഞ തലമുറയിലോ അതിന്റെ മുമ്പിലത്തെ തലമുറയിലോ അപ്പോസ്തല പ്രവർത്തികൾ മുതൽ വില കൊടുത്ത കുറെ ദൈവമക്കൾ അവരുടെ രക്ത ജനത്തിനു വേണ്ടി ഒഴുകിയെങ്കിൽ ഇന്ന് രാത്രി ഹേ സാത്താനെ നോക്കുക, കാണുക, ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചു തുടങ്ങിക്ക്. അന്തരീക്ഷം ചേഞ്ച് ആകുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ശുശ്രൂഷയുടെ റൂട്ട് തിരിയുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ഇത്രയും ചെറുപ്പക്കാർ ഈ ഗ്രൗണ്ടിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യുകയാ, യെസ്, ഈ തലമുറയിൽ അഭിഷേകമുള്ള ചില ചെറുപ്പക്കാർ തിരുവനന്തപുരത്തു നിന്ന് എഴുന്നേൽക്കുകയാ. കമാൻ, അല്പസമയം ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് എന്റെ പ്രസംഗം ഞാൻ നിർത്താം. പക്ഷെ യേശുവിന് വേണ്ടി ഒരു തലമുറ എഴുന്നേക്കണ, യേശുവിന് വേണ്ടി ഒരു ജനറേഷൻ എഴുന്നേക്കണ. ഇല്ല, നോ ടേണിംഗ് ബാക്ക്. ഞാൻ പുറകോട്ടില്ല. ഒരു ജനറേഷന് വേണ്ടി ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങ്.
അന്യഭാഷകളുള്ള ചെറുപ്പക്കാർ അന്യഭാഷകളിൽ വായി തുറന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്ക്. കർത്താവിന്റെ വേലയ്ക്ക് നിങ്ങളുടെ മേലൊരു വിളികിടപ്പുണ്ടെങ്കിൽ അടുത്ത അപ്പോസ്തലൻ ആമേൻ നീയാകാൻ പോകുകയാ. അടുത്ത അമരക്കാരൻ നീയാകാൻ പോകുകയാ. അടുത്ത സുവിശേഷകൻ, അവിടെ അടുത്ത മിഷനറി, ഇന്ത്യയിലെ അടുത്ത മിഷനറിയായി കർത്താവ് നിന്നെ പൊക്കിയെടുക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും ഈ രാത്രി അഴിയട്ടെ. എല്ലാ കെട്ടുകളും ഈ രാത്രി പൊട്ടട്ടെ, പൊട്ടട്ടെ. യൗവനക്കാരെ നിങ്ങൾ ശക്തരാ, അതുകൊണ്ട് കൈ അടിക്കുന്നെങ്കിൽ ശക്തിയോടെ ചേർത്ത്, ശക്തിയോടെ അറബി അംദൽ ഖമനി രഗതന ഒരു വലിയ കൂട്ടം യൂത്ത്സിനെ പിടിക്കാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുകയാ. ഈ യോഗത്തിന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേലൊരു അനോയിന്റിങ് റിലീസ് ചെയ്യാൻ പോകുകയാ. ഈ തലമുറയിൽ ഇന്ത്യയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആത്മാക്കളെ കൊയ്തെടുക്കുന്ന ഉണർവിന് സാക്ഷ്യം വഹിപ്പാൻ പ്ലസ് നെടുമങ്ങാട് നിന്ന് ഒരു തലമുറ എഴുന്നേൽക്കുന്നു. യൗവനക്കാരെ, എൻ്റെ ഒപ്പം നിങ്ങൾ ഒരു സെക്കൻഡ് നിൽക്കുക. ഇവിടെ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുക. പിശാച് നിങ്ങളെ കൊണ്ടുപോകത്തില്ല. നിങ്ങളുടെ ഈ കരം യേശുവിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന രാത്രിയാ. നിങ്ങളുടെ ഈ കരത്തിലേക്ക് ആണിപ്പഴുതുള്ള കരമൊന്ന് ചേർത്ത് വെക്കാൻ പോകുകയാ. മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കന്മാർ ഇവിടെയുണ്ട്. ഇന്ന് രാത്രി ഒരു തീരുമാനം ഡിക്ലെയർ ചെയ്യാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയിൽ വീണ കണ്ണുനീർ ഈ തലമുറയുടെ മേൽ വിടുതലായി വെളിപ്പെടുകയാ. ഈ തലമുറയെ പുറകോട്ട് വലിച്ച പാരമ്പര്യ ശാപത്തിന്റെ കയറുകളെ അഭിഷിക്തൻ എന്ന നിലയിൽ ഇന്ന് രാത്രി ഞാൻ അറുത്ത് കളയുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഒരു തലമുറ അവനെ സേവിക്കട്ടെ. ഞാൻ അതിശയിക്കുക കേട്ടോ. ഈ കൺവെൻഷനിൽ വന്നത് പകുതിയും യങ്സ്റ്റേഴ്സാണ്. ജോൺസൺ പാസ്റ്റർ ആസാമിൽ നോർത്ത് ഈസ്റ്റ് വേല ചെയ്ത് നോർത്ത് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സാണ്. ഉള്ളം തുടിക്കുന്ന കർത്തൃദാസൻ കരഞ്ഞുകൊണ്ടാണ് നിങ്ങളെ കാണുന്നത്. കാര്യം തൻ്റെ അകത്തെ ആത്മഭാരം അതാണ്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നമുക്കൊന്ന് കാണണം കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ടങ്ങിരുന്നോ. കമോൺ, ഒന്നുകൂടെ ബോലോ യേശു മസീഹി. പോരാ ചെറുപ്പക്കാരെ, ജയ് വിളിക്കുകയാണ്, കൈ ഉയർത്തി വിളിക്കണം. വൺ മോർ ടൈം, ബോലോ യേശു മസീഹി. ഇരുന്നാലും ആമേൻ, ആമേൻ. റിച്ചാർഡ് വുംബ്രാൻഡ് ക്രിസ്ത്യാനികളുമായി ഒരുമിച്ച് ജയിലിൽ കിടക്കുമ്പോൾ ആഴ്ചയിൽ ഒരു പീസ് ബ്രെഡ് പട്ടാളക്കാർ ഭക്ഷണമായി കൊടുക്കും. ഒരു കൊച്ചു പീസ് ബ്രെഡ്, അതാണ് അവരുടെ ആഹാരം. തൻ്റെ ഓൺ ബ്രദർ റിച്ചാർഡ് വുംബ്രാൻഡിൻ്റെ സഹോദരൻ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന ഈ ബ്രെഡ് വാങ്ങി കയ്യിൽ വെച്ചിട്ട് അതിലൊരറ്റം മുറിച്ചെടുത്ത് റിച്ചാർഡ് വുംബ്രാൻഡിന് കൊണ്ട് കൊടുത്തിട്ട് പറയും, ഇത് ഈ ആഴ്ചയിലെ എൻ്റെ ദശാംശമാണ്. സാറേ, സുവിശേഷത്തെ പരിപോഷിപ്പിച്ചത് അങ്ങനെയാ കേട്ടോ. ഒരു ദിവസം പട്ടാളക്കാർ ക്രിസ്ത്യാനികളെ തകർക്കാൻ തീരുമാനിച്ചു. തല്ലാനും കൊല്ലാനൊന്നുമല്ല. റിച്ചാർഡ് വുംബ്രാൻഡിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റിച്ചാർഡ്, കുറച്ച് നാളായില്ലേ നിങ്ങൾ ഹോളി കമ്മ്യൂണിയനൊക്കെ എടുത്തിട്ട്? റിച്ചാർഡ് പറഞ്ഞു, അതെ. എങ്കിൽ നെക്സ്റ്റ് സൺഡേ വർഷിപ്പ് വെച്ചു, ഹോളി കമ്മ്യൂണിയനും വെച്ചു. റിച്ചാർഡിന് സന്തോഷമായി. ഓടി നടന്ന എല്ലാ സെല്ലാറിലും പറഞ്ഞു, നെക്സ്റ്റ് സൺഡേ നമുക്ക് വർഷിപ്പിന് ടൈമുണ്ട്, നമ്മൾ ഒന്നിച്ച് ആരാധിക്കാൻ പോവാ. നമുക്ക് ആരാധനയ്ക്ക് തടസ്സമൊന്നുമില്ലാത്തതുകൊണ്ടാണ് വില അറിയാത്ത. തടസ്സമുള്ള ഛത്തീസ്ഗഡിലോട്ട് ചെല്ലണം. ക്രിസ്ത്യാനിത്വം ഞെങ്ങി ഞെരുങ്ങിയാ പോകുന്നത്. യു പിയിലോട്ട് പോകണം.
ക്രിസ്ത്യാനിറ്റി ഞെങ്ങി ഞെരുങ്ങിയാണ് പോകുന്നത്. കഴിഞ്ഞ ഇടയിൽ മധ്യപ്രദേശിൽ വെച്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 250 പേരുടെ നടുവിൽ നിന്നുകൊണ്ട് ചെന്നായിയുടെ നടുവിൽ കുഞ്ഞാടകപ്പെട്ട് നിൽക്കുന്നത് പോലെ. പക്ഷേ ആവേശം, അവരെന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ്. നമ്മൾ എന്തും നേരിടാൻ തയ്യാറുള്ളവരാണ്. ക്രിസ്ത്യാനിത്വം പോലെ ഇത്രയും ക്ഷമയുടെ മാർഗം ഭൂമിയിൽ വേറെയില്ല. പ്രതികരിക്കാത്ത ഭൂമിയിൽ ഒരേ ഒരു മാർഗം ബാക്കിയുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിറ്റിയാണെന്ന് തിരിച്ചറിയണം. മൽക്കോസ് എന്ന മഹാപുരോഹിത ദാസന്റെ വലത്തുകാത് അറുത്ത് വാളുകൊണ്ടറുത്ത് താഴെയിട്ടപ്പം പത്രോസേ, വെൽഡൻ, കൊള്ളാം പത്രോസേ, നീ എൻ്റെ ശിഷ്യൻ, ആരെന്നെ തൊട്ടാലും നീ വെട്ടിക്കോണം എന്നൊരു വാക്ക് യേശു പറഞ്ഞിരുന്നെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആരും തൊടത്തില്ല. യേശു എന്താ പറഞ്ഞേ? ഉറയിലിട്, എൻ്റെ മാർഗം സ്നേഹത്തിൻ്റെയാ. നോ, എൻ്റെ മാർഗം സ്നേഹത്തിൻ്റെയാ, ക്ഷമയുടെയാ. ഒരു കന്നത്തടിക്കുന്നവന് മറുകന്നം കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചവന്റെ മാർഗമാ ക്രിസ്ത്യാനിറ്റി. സൺഡേ ആയി, വർഷിപ്പിന് വന്നു. ഒന്നിച്ചവർ കരഞ്ഞുകൊണ്ട് ആരാധിക്കുക. കരി എന്താ? വീണ് കിട്ടിയൊരു ചാൻസ്. ആരാധനയുടെ ഇടയിൽ ഒരു മേശ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടുവച്ചു. റിച്ചാർഡ് വൂംബ്രാണ്ടിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഹോളി കമ്മ്യൂണിയൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അത് നടത്തുവാൻ മൂടി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ. അവിടെ നിന്ന് നമ്മൾ ഹോളി കമ്മ്യൂണിയൻ നടത്തുമ്പോൾ, ഇന്ന് രാവിലെ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ഹോളി കമ്മ്യൂണിയൻ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്നവൻ അവരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ഒഴിക്കപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു എന്ന് പറഞ്ഞ അപ്പം കയ്യിലെടുത്ത് നമ്മൾ പറയും, സ്തോത്രം ചൊല്ലിയാട്ടെ. റിച്ചാർഡ് വൂംബ്രാണ്ട് ആ അപ്പം കയ്യിലെടുത്ത് സ്തോത്രം പറഞ്ഞു. എന്നിട്ട് ആ മുകളിലെ മൂടിയെടുത്ത് മാറ്റിയപ്പോൾ താൻ ഞെട്ടിപ്പോയി. അവർ പരിഹസിക്കാൻ വേണ്ടി ചെയ്തതാ. ഒരിക്കലും ഒരു മനുഷ്യന് കഴിക്കാൻ കഴിയാത്ത മനുഷ്യമലം മൂടി വെച്ചിട്ട് കർത്തൃമേശ നടത്താൻ പറഞ്ഞ് ക്രിസ്ത്യാനിയെ പരിഹസിച്ചപ്പോൾ ആ ക്രിസ്തു ഭക്തൻ ചെയ്തതെന്തെന്നറിയാമോ? താൻ പറഞ്ഞു, ക്രിസ്ത്യാനികളെ, ആദ്യം ഞാനിതെടുക്കാം, ഇത് അവൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി. മനസ്സിലായോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് മുഖം പാടുന്നവരുടെ ഗണമല്ല സഭ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് സഭ മാറുന്നവരുടെ ഗണമല്ല സഭ. മുള്ളിൻ്റെ മുകളിൽ നിന്നാലും മുഖം വാടാതെ നിൽക്കാൻ കരുത്തുള്ളവരുടെ ഗണമാണ് പുതിയ നിയമസഭയെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ. ആ രണ്ട് കരം എന്നോട് ചേർന്നൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ടെ. ആ രണ്ട് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, 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 ഞങ്ങളുടെ ചർച്ചിൽ ഞാനിങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കോറസ് ഒന്ന് പാടിക്കൊടുത്തു. ഇതങ്ങോട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഹിന്ദിക്കാരൻ, ബംഗാളിയാ, ന്യൂ ജൽപായ്ഗുരിയ, കയ്യിൽ കൊട്ടയും തൂമ്പായും ഒക്കെ പിടിച്ചിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒച്ച കേട്ട ഹോളിലോട്ട് ഇങ്ങനെ ഒന്ന് എത്തി നോക്കി ഞാനും അവനെ കണ്ടു. എനിക്ക് മനസ്സിലായ ആൾ ഹിന്ദിയാ. ഉടനെ പാട്ട് മാറ്റി,
सारी सृष्टि के मालिक तुम ही हो, सारी सृष्टि के रक्षक तुम ही हो, करते हैं तुझको सादर प्रणाम, गाते हैं तेरे गुणगान। सारी सृष्टि के मालिक तुम ही हो, सारी सृष्टि का रक्षा तुम ही हो, करते हैं तुझको सादर प्रणाम, गाते हैं तेरे गुणगान। हालेलुया, come on, हालेलुया, हालेलुया, ഹിന്ദി പാട്ട് കേട്ടപ്പോൾ ആള് കൊട്ടയം തൂമ്പായൊക്കെ അവിടെ വെച്ച് നേരെ ചർച്ച് ഹോളിൻ്റെ ഫ്രണ്ടി. അപ്പോൾ പിന്നെ എൻ്റെ 4ാമത്തെ പോയിന്റ് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? എൻ്റെ 7ാമത്തെ പോയിന്റ് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? ഗിൽബർട്ട് പാസ്റ്റർജി അച്ഛനെ ഉണ്ടോ? ഇല്ല. എൻ്റെ 4-5 പോയിന്റ് അല്ല വിഷയം. ഇവൻ ചർച്ച് ഹോളിൽ വന്ന് എത്തി നോക്കിയപ്പം അടുത്ത സ്റ്റാൻസ തുടങ്ങി. हम है तेरे ही हाथों की रचना, हम पर रहे तेरी करुणा, दल मन धन हमारा तेरा है, इन शैतान को छूने न देना। हम है तेरे ही हाथों की रचना, हम पर रहे तेरी करुणा, तन मन धन हमारा तेरा है, इन्हें शैतान को छूने न देना। हालेलुया, കരങ്ങളെ വീശി हालेलुया, 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 ഒറ്റ വരിയിൽ ആള് മുട്ടുമടക്കി. ഞാൻ തന്നെ അവനെ സ്ഥാനപ്പെടുത്തി. ഭാഷ അറിയില്ലെങ്കിലും പാട്ടറിയാം. എൻ്റെ പൊന്നു സാറേ, 4 വരി മതി ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ. 40 ലക്ഷം ഹിന്ദിക്കാരാ കേരളത്തിൽ ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, മലയാളം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിതം തീർക്കരുത്, മലയാളം മാത്രം പാടിക്കൊണ്ട് ജീവിതം ഒടുക്കരുത്. ഇന്ത്യയെ പിടിക്കാൻ പല ഭാഷകൾ നാവിൽ കയറുന്ന ദൈവദാസന്മാർ ഇന്ന് രാത്രി ഈ രാത്രി ഈ ദൂത് ഇന്ത്യ മഹാരാജ്യത്ത് വെളിപ്പെടാൻ പോകുന്ന ദൈവമഹത്വ ആത്മാവിൽ അറിഞ്ഞുകൊണ്ട് ഈ രാത്രി സ്തോത്രം ചെയ്യാൻ കരുത്തുള്ള ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഞ്ചൽ, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ആൻഡമാൻ, നിക്കോബാർ. Come on, ബോലോ യേശു മസീഹ് കി. ആ നാമം ഇന്ത്യയെ വിഴുങ്ങാൻ സമയമായി. ആ നാമം ഇന്ത്യയെ മൂടാൻ സമയമായി. Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങ്, എല്ലാ നാവും പാട്, യേശു മാത്രം കർത്താവ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പ്രാവശ്യം മണിപ്പൂർ വിസിറ്റ് ചെയ്തു. ആദ്യത്തെ സമയം ഞാൻ പോയത്
ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം, രക്തപ്പുഴ ഒഴുകുന്ന സമയം കർത്താവിനോട് പറഞ്ഞു പോകാൻ. ഒരു ഭയം തോന്നിയില്ല. ധൈര്യത്തോടെയും ഫലിച്ചെന്നിറങ്ങി. അങ്ങനെ പോകാൻ ഒക്കുന്ന ഏറിയായുമല്ല. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ പീഡ നടന്ന ഒരു സ്റ്റേറ്റ്, ക്രിസ്ത്യാനിത്വം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മണ്ണ്, അങ്ങിങ്ങായി ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് പീലാത്തോസിനെ പോലെ കൈ കഴുകരുത്. സുവിശേഷം നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. കണ്ണടച്ചിരുട്ടാക്കരുത് സാറേ. ക്രിസ്ത്യാനിത്വം വേദനപ്പെട്ട് ഞെരുങ്ങുകയാ. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു, എന്തും സഹിക്കാൻ തയ്യാറെടുത്തിറങ്ങിയ ഏകമാർഗമാ ക്രിസ്ത്യാനിറ്റി. പക്ഷെ ഇന്നും തകരാതെ നിൽക്കുന്നത് പണക്കൊഴുപ്പുള്ളത് കൊണ്ടല്ല, ഇതിൻ്റെ ശക്തി കേന്ദ്രം യേശു ആകയാൽ. കൈതട്ടുകയാണെ ഉറപ്പോടെ അങ്ങ് കൈതട്ടിയേക്കണം. കമോൺ, കൈ അടിക്കുകയാണെങ്കിൽ ആവേശത്തോടെ. അല്ല മഖോസി, ഞാൻ അവിടെ ചെന്ന് നമ്മുടെ കർത്തൃദാസന്മാരെ ഒന്ന് കാണണം. ബാപ്റ്റിസ്റ്റ് ചർച്ച്, മെത്തഡിസ്റ്റ് ചർച്ച്, ലൂഥറൻ മിഷൻ, ഗുഡ് ഷെപ്പേർഡ് ചർച്ച്, കാത്തലിക് ചർച്ച്, മറ്റൊന്നുകൂടെ ഉണ്ട്, കൽവറി ഫെലോഷിപ്പ്. നമ്മൾ പറയുന്ന നമ്മുടെ സഭകളൊന്നുമല്ല. അച്ഛനറിയാലോ അല്ലേ? ജോൺസൺ പാസ്റ്റർക്ക് അറിയാലോ. പെർസിക്യൂഷൻ നടക്കുമ്പോൾ ആൾക്കാർ അടിക്കുന്നത് സഭയുടെ പേര് ചോദിച്ചിട്ടല്ല. അന്നോ ഇല്ല, ഞങ്ങളോട് ചോദിച്ചില്ല ഏത് സഭയാണെന്ന് ചോദിച്ചില്ല. ക്രിസ്ത്യാനിയാണോ? തല്ലുറപ്പാണ്. ക്രിസ്ത്യാനി നമ്മെ ഒരുമിച്ച് കൂട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പെർസിക്യൂഷനാണ്. സഭാ വ്യത്യാസം കൂടാതെ ഒരുമിച്ച് കൂടുന്നൊരു കാലം വരാൻ പോവാ. ഞാനാണോ നീയാണോ വലിയത് എന്നുള്ള ചിന്ത വിട്ടുമാറ്റി ഞങ്ങൾ ഒറ്റ നാമത്തിൻ്റെ പുറകിൽ അണിചേരുകയാ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനി ഒരുമിച്ച് കൈകോർത്ത് ഇന്ത്യക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നൊരു കാലം വരാൻ പോകുകയാ. ഞാൻ ഞെട്ടിപ്പോയത്, ഞങ്ങൾ അറസ്റ്റ് വരിക്കപ്പെട്ട് അകത്ത് കിടക്കുമ്പോൾ നമ്മുടെ കർത്തൃദാസന്മാർ അവിടെ വന്നു. പക്ഷേ ആദ്യം അവിടെ എത്തിയത് നമ്മുടെ കർത്തൃദാസന്മാരല്ല, മറിച്ച് സമുദായ സഭയിലെ അച്ഛന്മാർ, സഹോദരങ്ങൾ അവിടെ എത്തി. പാസ്റ്റർ സാം ജോസഫ് കുമരകം, അവർക്ക് വേണേൽ വിശ്വസിക്കാം, ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊക്കെ ആത്മാക്കളെ രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി സഭയിലോട്ട് ചേർത്തോണ്ടിരിക്കുന്ന ആളാണ്, കിടക്കട്ടട എന്ന് ചിന്തിക്കാം. നോ, ക്രിസ്ത്യാനിത്വം അങ്ങനെയല്ല. ക്രിസ്തു എന്ന നാമത്തിൽ വരുമ്പോൾ ഒരുമിച്ചാണ്. അകത്ത് കയറി വന്ന് ചെവിയിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങളെ ഇറക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. എവിടെ നിന്ന് കിട്ടി ഈ വീര്യം? ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയാണ്. അതുകൊണ്ട് സഹോദര അടുത്തടുത്തിരിക്കുന്നവരെല്ലാം ഒന്ന് കൈകോർത്തേ. സഹോദരിമാർ തമ്മിൽ സഹോദരന്മാർ തമ്മിൽ അടുത്തടുത്തിരിക്കുന്നവർ കൈകോർത്ത് സഭാ വ്യത്യാസം കൂടാതെ ഒന്നിച്ച് അണിനിരക്കാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ആ കൈകോർക്ക്. സൺഡേ അവരവരുടെ സഭയിൽ ആരാധിക്ക്. മൺഡേ ടു സാറ്റർഡേ സഭയുടെ പേര് മറന്നിട്ട് ഒരുമിച്ചാണെന്ന് ഡിക്ലെയർ ചെയ്യാൻ ഈ സ്റ്റേജിലിരിക്കുന്ന അഭിഷിക്തന്മാർ തയ്യാറാകുമോ? ഇവിടെയുള്ള ദൈവമക്കൾ തയ്യാറാകുമോ? ഇന്ന് കൈകോർത്ത് പിടിച്ച ആത്മാവിൽ ഞങ്ങളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യുക. കർത്തൃനാമത്തിൻ്റെ മുമ്പിൽ സൺഡേ ഒരു പ്ലാറ്റ്ഫോമിലല്ല, അവരവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുക. പക്ഷെ മൺഡേ മുതൽ സാറ്റർഡേ വരെ യേശുവിൻ്റെ നാമത്തെ പ്രതി ക്രിസ്ത്യാനി കൈകോർത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന കാലം ഇന്ത്യയിൽ വരുന്നു എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്താൽ എത്ര പേർ ആ ഉയർത്തിപ്പിടിച്ച് മനുഷ്യ ചങ്ങല പോലെ ആ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് ഒരു ഹല്ലേലൂയ പറയുക. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് സഹോദരിമാർ ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ട ഹൈറോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ നമ്മുടെ ഒരു കർത്തൃദാസനെ, ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ ദൈവദാസനെ കാണാൻ ചെന്നപ്പോൾ ഉള്ളം തകർന്നു പോയി. മാസങ്ങളായിട്ട് 19, 20, 21 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴെ ചേർക്കണ പോലെ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാതെ വിറങ്ങലിച്ചിരിക്കുക. പപ്പാ വിശക്കുന്ന പപ്പാ എന്ന് പറയുമ്പോൾ അപ്പൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കും, കൊല്ലാൻ ആരെങ്കിലും നിപ്പുണ്ടോ, വാച്ച് ചെയ്യാൻ ആരെങ്കിലും ഇല്ലയെന്ന് കാണുമ്പോൾ രാത്രി മാത്രം ഓടിച്ചെന്ന് പുറത്തിറങ്ങി മരത്തിൽ നിന്ന് ഇല പറിച്ച് ചാടി അകത്തോട്ട് കയറും. ഇത് പുഴുങ്ങി മക്കൾക്ക് കൊടുക്കും. അവർ പറഞ്ഞു, ഞങ്ങളെ 1.5 മാസമായി പച്ച ഇല കഴിക്കാൻ തുടങ്ങിയിട്ട്. തകർന്നു പോയി, ഉള്ളം മുടഞ്ഞു പോയി. ഞാൻ അവരോട് പറഞ്ഞു, ജസ്റ്റ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ പുറകിൽ കുറേ സഹോദരങ്ങളുണ്ടായിരുന്നു, അവരോടെല്ലാം വാങ്ങി ഞാൻ ഇവർക്ക് ഭക്ഷണമായി മാറി.
ഞാൻ ചോദിച്ചു, I have decided to follow Jesus. ഒന്ന് പാടാവോ എന്ന് ചോദിച്ചു. ഇല്ല അങ്കിൾ. ഞാൻ പറഞ്ഞു പ്ലീസ്, I have decided to follow Jesus എന്നുള്ള വരി അവരുടെ നാട്ടിലെ വരിയ, നോർത്ത് ഈസ്റ്റിലെ വരിയ, പാടാവോ? നോ. എന്നാ കാര്യം? പാടി തുടങ്ങിയ ചങ്ക് പൊട്ടി കരഞ്ഞു പോകും. കരച്ചിലല്ലാതെ വേറൊന്നുമില്ല അവർക്ക്. ഭക്ഷണം ഉടഞ്ഞു പോയി കേട്ടോ. നെടുമങ്ങാട്ട് ദൈവമക്കളെ, നമ്മൾ സേഫ് സോണില്ല, പക്ഷെ ഉത്തരേന്ത്യയിലെ ദൈവമക്കൾ ഡേഞ്ചറസ് സോണിലാണ്. ഇന്ന് രാത്രി ഈ മനോഹരമായ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുമ്പോൾ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലെ ജയിലുകളിൽ ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്. ഈ മഹായോഗം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. മാസങ്ങളായി ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാരുണ്ട്. നമ്മളാരും അറിയുന്നില്ല, മീഡിയ വഴി അതൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഈ യോഗത്തിലെ സഭ കൈ ഉയർത്തുമ്പോൾ അടഞ്ഞ ചില ഡോറുകൾ തുറക്കാൻ പോകുകയാ. അഭിഷേകമുള്ള ദൈവമക്കൾ, ആത്മഭാരമുള്ള ദൈവമക്കൾ, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ബ്ലസ് നെടുമങ്ങാടിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ രാത്രി നിങ്ങളുടെ സ്തോത്രം പാഴായി പോകത്തില്ല. യേശു എന്ന നാമത്തിൻ്റെ ശക്തി ആത്മാവിൽ അറിഞ്ഞുകൊണ്ട് ഈ രാത്രി ഞങ്ങൾ കര ഉയർത്തി മണിപ്പൂരിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. UPയുടെ ജയിലുകളിൽ, MP-യുടെ, മധ്യപ്രദേശിൻ്റെ ജയിലുകളിൽ ശാന്തമായി കിടക്കുന്ന നമ്മുടെ ദൈവദാസന്മാർ, ദൈവദാസിമാർ, ഇന്ന് രാത്രി സഭ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. യേശുവേ, എല്ലാ വായും തുറന്ന് കരമുയർത്തി വിളിക്കുക. യേശുവേ, പോരാ, ശബ്ദമുയരട്ടെ. യേശുവേ, പോരാ, ശബ്ദമുയർത്തി വിളിക്കുക. യേശുവേ, പോരാ, ശബ്ദമുയർത്തി. യേശുവേ, എനിക്ക് തോന്നുന്നത് ഇതൊരു മിഷൻ ചലഞ്ച് മീറ്റിംഗ് പോലെയാണ്. പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇത്രയും ശക്തിയോടെ ഇത് നിന്ന് പറയാൻ എൻ്റെ ഉള്ളത്തിൽ ആത്മാവിൻ്റെ നിർബന്ധമല തല്ലുന്നത് കൊണ്ട് ഈ രാത്രി ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. പറ്റുമോ ഇന്ത്യയിൽ ഒരു മിഷണറിയായി പുറപ്പെടാൻ? പ്രസംഗത്തിന് മാർക്കിട്ട് പോകരുത്. ഒരു കൊച്ചു സഭയുടെ പാസ്റ്ററായി ജീവിതം തീർക്കരുത്. എന്തെങ്കിലും ഒന്നാകാതെ ഈ മണ്ണിൽ അടങ്ങിയിരിക്കരുത്. ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി കരുത്താർജിച്ചുകൊണ്ട് റഹിമതജനക ശബ്ദരാദിയാന ഒരു സൈന്യം ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേറ്റ്, ഒരാർമി ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് പടയേന്തുവാൻ, രണാങ്കണത്തിൽ പടയേന്തുവാൻ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി പദം പദം ഉറച്ചു നാം ക്രൂശും ഏന്തി പോകണ. ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതത്തെ നേടുവാൻ. ആർമിയിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന പോലെ ഇന്ന് രാത്രിയിലെ നിങ്ങളുടെ യോഗം കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്നൊരു സൈന്യത്തെ സെലക്ട് ചെയ്യാൻ സമയമായി. ഇതിൻ്റെ അകത്തുനിന്നൊരു സൈന്യത്തെ സെലക്ട് ചെയ്യാൻ സമയമായി. നിങ്ങളുടെ ചർച്ചിന് ഇത്രയും വലിയ യോഗം വെക്കാൻ മാനുഷികമായി പറ്റത്തില്ല സുനിൽ പാസ്റ്റർ. പക്ഷെ നിങ്ങളുടെ മേലുള്ള നിയോഗം, നിങ്ങളുടെ മേലുള്ള മിഷൻ, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചന ഈ പട്ടണത്തെ വിറപ്പിക്കാൻ പോകുകയാ. ഈ പട്ടണത്തിൽ നിന്നൊരു സൈന്യത്തെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുകയാ. അതിലൊരാൾ നിങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും. കമാൻ, അതിലൊരാൾ നിങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും. അതിലൊരാൾ എൻ്റെ വീട്ടിൽ നിന്നായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അതിൽ ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നാ. ഒരു കർത്തൃദാസൻ തൻ്റെ ഭാര്യയുടെ കയ്യിലൊരു കൈക്കുഞ്ഞ്, ഭർത്താവ് ചവിട്ടുന്ന സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ മൂത്ത കുഞ്ഞ്. വേല കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തടഞ്ഞു നിർത്തി വെട്ടി വീഴ്ത്തി ഭർത്താവിനെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പീസാക്കി. അലമുറയിട്ട് കരയാനല്ലാതെ ആ സഹോദരിക്ക് കഴിഞ്ഞില്ല. പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ പിള്ളേരെടുത്തുകൊണ്ട് പൊക്കോളം പറഞ്ഞു. ചേതനയേറ്റ് കിടക്കുന്ന പീസുകൾ കണ്ട്
അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളും അമ്മയും പലായനം ചെയ്തു പോയി. അവരുടെ ഗ്രാമത്തിലെ വീട്ടിലിരുന്ന് അലമുറയിട്ട് കരയാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? അഗതികളെ ആക്രമിക്കാം, കുഴപ്പമില്ല. പല വീടുകളും ശപിക്കപ്പെട്ടതിൻ്റെ കാര്യം തന്നോട് തീർക്കാൻ ത്രാണിയില്ലാത്ത അഗതിയുടെ രക്തം വീഴിച്ചതാണ്. തിരിച്ചറിഞ്ഞോ? പല വീടും ഉമ്മം കുരുത്തു പോകാൻ സാധ്യതയുണ്ട്. അഗതിയുടെ രക്തം വീഴിച്ചാൽ ഉടയവൻ സമ്മതിക്കില്ല. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അലമുറയിട്ട് കരയുന്ന അമ്മയുടെ അടുക്കൽ തമ്പുരാൻ്റെ സാന്നിധ്യം. യേശുപ്പച്ചൻ ചോദിച്ചു, മോളെ പേടിച്ചിരിക്കുകയാണോ? അന്നു പേടിച്ചിരിക്കുക. വേണ്ട, ഭർത്താവിനെ കൊന്ന ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. യെസ് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ കോരിയെടുത്ത് ആ ഗ്രാമത്തിലേക്ക് പോകുന്ന ആ അമ്മയെയും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സാംപാസ്റ്ററിനെയും ചേർത്ത് വെച്ച് ന്യായം വിധിക്കുന്നൊരു സമയം വരും. അതെ പാസ്റ്റേഴ്സ്, നമുക്കിവിടെ റിപ്പോർട്ട് കൊടുക്കാൻ എളുപ്പമാണ്. അവിടെ റിപ്പോർട്ടല്ല, അവിടെ അക്കൗണ്ട് കൊടുക്കണം. അന്ന് ഞാനും നിങ്ങളും അവിടെ ചെന്നേ പറ്റൂ. ഈ സംഭവം നടന്ന ഛത്തീസ്ഗഡിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഛത്തീസ്ഗഡിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തേ. ഇനി എന്നെ കൊണ്ട് നിർബന്ധിപ്പിക്കേണ്ട, വാ തുറന്ന് ആത്മനിറവുള്ള ദൈവമക്കൾ. എനിക്കറിയാം ഇതൊരു പ്രസംഗ പരമ്പര അല്ല, പക്ഷേ ഇന്ന് രാത്രി ചലനാത്മകമായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഏറിയ ഞാൻ ഇതിൻ്റെ അകത്ത് വ്യക്തമായി കാണുന്നുണ്ട്. ചില ഭവനങ്ങൾക്കകത്തുള്ള ചിലതിനെ പിശാച്, സഭയിലാണെങ്കിൽ പോലും പിശാച് വട്ടമിട്ടിരിക്കുകയാണ്, പിശാച് ഒപ്പുവെച്ച് പോയിരിക്കുക. ഇന്ന് രാത്രി നിന്നെ പിശാചിട്ട് വട്ടം കറക്കാനല്ല സഭയ്ക്കകത്ത് കൊണ്ടുവന്നത്, ഒരാർമിയെ വാർത്തെടുക്കാൻ. ചെറുപ്പക്കാരാ, നിന്റെ നാവ് കമന്റ് കൊണ്ട് നിറയരുത്, നിന്റെ കൈ ഉയർത്തിപ്പിടിക്കുക. ഇന്ന് രാത്രി യേശുവിനോട് പറ, ഇല്ല, ഇതുവരെ ചെയ്തുകൊണ്ട് ഇനി ഞാനില്ല. ഇന്ന് രാത്രി നെടുമങ്ങാട്ടിൽ ഒരു സൈന്യത്തെ ഇറക്കാൻ മുൻനിര പോരാളിയായി ഞാനുണ്ടെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിപ്പിടിച്ച് ഒരു ഹല്ലേലൂയ പറ ദൈവത്തിന്. അവർ ചോദിച്ചു, പത്രോസ്, യോഹന്നാൻ, ഏത് ശക്തി കൊണ്ടാ ആ മുടന്തനെ സൗഖ്യമാക്കി? ഏത് നാമം കൊണ്ടാ ആ മുടന്തനെ സൗഖ്യമാക്കി? ആൻസർ ലളിതമാണ്, വളരെ ഫാസ്റ്റ്. ശക്തി ഏതെന്നറിയണ്ടേ? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, വാ തുറന്ന്. പോരാ, ഒന്നുകൂടെ പറഞ്ഞേ, കമാൺ. എല്ലാവരും എന്നോട് ചേർന്ന് തമിഴിലൊന്ന് വിളിച്ച് ആവിയാനവരേ. നെടുമങ്ങാട് എല്ലാവരും ഒന്ന് തമിഴ് ഭാഷയിലൊന്ന് ഡിക്ലെയർ ചെയ്ത് ആവിയാനവരേ. കരങ്ങളൊന്ന് വീശി പിടിച്ച് ആവിയാനവരേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ. ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആവിയാനവരേ, ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ. സഭ മുഴുവൻ ശബ്ദമുയർത്തി ആവിയാനവരേ, അൻപിനാവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ. ലൈറ്റോറിയം മസറഞ്ചാസ്റ്റമേ ആവിയാനവരേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ. ഓ പരിശുദ്ധ ആവിയാനവരേ, കമാ പരിശുദ്ധ. അസാധാരണമായ ഒരു പ്രസൻസ് ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വെളിപ്പെടുന്നുണ്ട്. ആവിയാനവരേ, അൻപിനാവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ. ലൈസസ് പിറ്റോനിയ ആവിയാനവരേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ. ആർട്ടിഫിഷ്യലായിട്ടല്ല, അല്ലാതെ
സ്വതന്ത്രമായി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ചർച്ച് ഹോളിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഞാൻ ഏത് പ്രസൻസ് അനുഭവിക്കുന്നോ അതിലൊട്ടും കുറയാത്ത അസാധാരണമായൊരു ദൈവ സാന്നിധ്യ, പന്തൽ പോലും ഇല്ലാത്ത ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇന്ന് രാത്രി അവൻ്റെ കയ്യിലേക്ക് ഈ മൈക്രോഫോൺ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. സാന്നിധ്യത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ കൊതിയുള്ളൊരു തലമുറ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ രാത്രി സ്തോത്രം ചെയ്യണം. ബുദ്ധി കൊണ്ടല്ല, ജഡം കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, സാന്നിധ്യത്തിൻ്റെ അകത്ത് കവർ ചെയ്തുകൊണ്ട് എനിക്കൊരു മിനിസ്ട്രി ചെയ്യണമെന്ന് ഇന്ന് രാത്രി കൊതിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരെന്നോട് ചേർന്ന് ആവിയാനവരേ അൻപിനാവിയാനവരേ പരിശുദ്ധ ആവിയാനവരേ ആവിയാനവരേ സഹ്യ മഹദനിയ ആവിയാനവരേ പരിശുദ്ധ ആവിയാനവരേ ഓ പരിശുദ്ധ റഹിമതജനക ഷഹിബതജനക ശബ്ദരാധന. മരുഭൂപ്രയാണത്തിൽ യാത്ര ചെയ്ത 30-ലധികം ലക്ഷം ജനത്തെ കർത്താവ് തൻ്റെ മേഘം കൊണ്ട് മൂടിയെങ്കിൽ നെടുമങ്ങാടുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി അവൻ്റെ സാന്നിധ്യം കൊണ്ട് കവർ ചെയ്യപ്പെടുകയാ. അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്. സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന അഭിഷിക്തന്മാരുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ഈ രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്തു. അവൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഏത് ശക്തി കൊണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഏത് നാമം കൊണ്ട്? യേശു എന്ന നാമം. അതിനുള്ള ആൻസറായി ഇന്ന് രാത്രി വായിച്ച വചനം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നൽകപ്പെട്ട നാമം അല്ലാതെ വേറൊരു നാമവും ഇല്ല. ഈ നാമത്തെ ശ്രദ്ധിക്കണേ, വില്ല് പോലെ വളച്ചു നിർത്തി കൈ രണ്ടും ചേർത്ത് കെട്ടി അർദ്ധനഗ്നനാക്കി റോമൻ ചാട്ടവാർ കൊണ്ട് 39 പ്രാവശ്യം തല്ലി തല്ലി കീറി മാംസമെല്ലാം പിഴുതെടുത്ത് പിലാത്തോസ് പറഞ്ഞ ആ നാമത്തെ രക്താംബരം ധരിപ്പിച്ച് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തി. ഫ്രണ്ടിൽ ഇരിക്കുന്ന ജനം മുഴുവൻ ചോദിച്ചു, എന്തിയേ യേശു എന്ന് വെച്ചാൽ കണ്ടിട്ട് യേശു ആന്ന് മനസ്സിലായില്ല. അതുപോലെ തല്ലിക്കീറി. എന്തിയേ യേശു? ഉടനെ പീലാത്തോസ് ഗബ്ബഥായിൽ നിന്ന് ഇഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് യേശുവിനെ ഇൻട്രഡ്യൂസ് ചെയ്യുകയാണ്. ആ മനുഷ്യൻ ഇതാ, അവനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. നെടുമങ്ങാട് ദേശമേ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ ഈ യേശു എന്ന നൽകപ്പെട്ട നാമമല്ലാതെ ഭൂമിയിൽ വേറെ ഒരു നാമവുമില്ല. ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഒരാളെ സ്നാനം ഏൽപ്പിച്ചു, സ്നാനം കൊടുത്തു. വിപ്ലവകരമായൊരു സ്നാനം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണേ, അവർ താമസിക്കുന്ന വീട് ക്രിസ്ത്യാനികൾ അധികമുള്ള വീട് നാടല്ല. സുവിശേഷവുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ പിന്നെ ആ സുവിശേഷകന് ഇങ്ങോട്ട് പോരാൻ കഴിയാത്ത രീതിയിൽ നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു നാട്. പിന്നെ ജീവനോടെ ഇങ്ങോട്ട് എന്ത് ചെയ്യാനൊക്കത്തില്ല, വരാനൊക്കത്തില്ല. പക്ഷേ ആ നാട്ടിൽ കുരിശ് രൂപമുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട പള്ളിയുണ്ട്. വിദൂരതയിലന്നേ ഉള്ളൂ. ആ പള്ളിയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊളാമ്പി വെച്ച് പാട്ട് കേൾപ്പിക്കും. ആ പാട്ടെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള സോങ്സ്, വളരെ സാധാരണമായി മനുഷ്യർ പാടുന്ന കുറേ പാട്ടുകൾ. ക്രിസ്ത്യാനികൾ മാത്രമല്ല, അക്രൈസ്തവരും സകലരും മൂളിപ്പാട്ടായി പാടുന്ന കുറേ കോമൺ സോങ്സ് ഉണ്ട്. കോമൺ സോങ്സ് അത് നമുക്കറിയാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, റൈറ്റ്? നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. എന്തേ നിങ്ങൾ ഈ സ്റ്റക്കായിട്ടിരിക്കണേ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ
രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലോ ജീവിതത്തിൽ നിന്റെ സർവവും. റൈറ്റ്. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? റൈറ്റ്. പൊന്നു കുഞ്ഞേ, ദൈവ സ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിപ്പാനുള്ളൂ. പേടിച്ചു പോയോ? ഇല്ല. തദേവ് സരവന്ത് അച്ഛൻ എഴുതിയ പാട്ടാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇടയ്ക്ക് വിളിച്ച് പറയും, സാംപാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചോണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ ഒരു പാട്ട് എന്നെ ഒന്ന് ഇപ്പം പാടിക്കിപ്പിക്കാവോ? ഞാൻ പറഞ്ഞു, അതിന് അച്ഛൻ ഞാൻ പാടാം. യേശുവേ നീ എനിക്കാ ഇത്രയേറെ സ്നേഹമേകാ, അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാ എന്തു ചെയ്യും ഞാൻ. ഇങ്ങനെയുള്ള കുറേ കോമൺ സോങ്സ്. ഇതല്ലാതെ ഈ വ്യക്തിക്കൊന്നും അറിയത്തില്ല. ഒരു ഉച്ച സമയം ലഞ്ച് കഴിഞ്ഞ് മുറി കിടന്നപ്പോൾ ആ വ്യക്തിയുടെ സാക്ഷി അങ്ങ് പറയാട്ടോ, ക്ഷമിക്കണേ, ഒരു രൂപ എൻ്റെ മുറിയിൽ പ്രത്യക്ഷമായി പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, എന്നിട്ട്? എനിക്ക് കണ്ടിട്ട് പേടി തോന്നിയില്ല പാസ്റ്ററെ. സമാധാനമായി. ഞാൻ ചോദിച്ചു, എന്നിട്ട്? കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രൂപ ഇങ്ങനെ നടന്ന് എൻ്റെ അടുത്തോട്ട് വരുക. ഞാൻ ചോദിച്ചു, എന്നിട്ട്? അടുത്തോട്ട് വന്നിട്ടും എനിക്ക് പേടി തോന്നിയില്ല. അപ്പം എനിക്ക് സന്തോഷമായി. കണ്ടിട്ട് പേടി തോന്നാത്ത ഭൂമിയിലൊരു രൂപമുണ്ട്. കൈ അങ്ങ് ഉയർത്തിപ്പിടിച്ച് രാമൻ പറഞ്ഞാണ്, കണ്ട പേടി തോന്നാത്ത ഏക രൂപം. ഒരു പ്രാവശ്യം കണ്ടാൽ ഇമ വെട്ടാതെ 1000 വട്ടം കണ്ടിരിക്കാൻ പറ്റിയ ഭൂമിയിലെ ഏക നാമം യേശു. സത്യം പറഞ്ഞ ചാടിത്തുള്ളി വേണം ഈ നാമത്തെ പറയാൻ. കാര്യ 1000ങ്ങളിൽ 10000ങ്ങളിൽ അതിശ്രേഷ്ഠനായ നാമം. കാട്ടുമരങ്ങൾക്കിടയിൽ നല്ല നാരകം പോലെ അഴകുള്ള നാമം, താഴ്വരകൾക്കിടയിൽ താമര പൂ പോലെ അഴകുള്ള ഭൂമിയിലെ ഏക നാമ, ആരോടും കടം പറയാത്ത നാമ, ആർക്കും ബാധ്യതയല്ലാത്ത നാമ. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. വെണ്മയും ചുവപ്പുമുള്ള അൽഫായും ഒമേഗയുമായ ആദ്യനും അന്ത്യനുമായ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച 7 പൊന്നിടവളക്കളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ടിന് സദൃശ്യമായ പാദങ്ങളോട് കൂടിയവനായി, തലയും തലമുടിയും ഹിമത്തോല വെണ്മയുള്ളവനായി, ഇരുവൈത്തല മുനയുള്ള വാൾ വായിൽ നിന്ന് പുറപ്പെടുന്നവനായി, അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ളവനായി, ഈ ഭൂമിയിൽ ഒരേ ഒരു നാമം, ഉയർത്ത നാമത്തെ യേശു. One more time, Jesus. Bolo Yesu Masih ki. ആ വ്യക്തിയുടെ സാക്ഷ്യം തീരുക, എന്നിട്ട് പ്രാർത്ഥിക്കാം. പാസ്റ്റർ, ഞാനങ്ങ് ചോദിച്ച്, സത്യം പറ, നിങ്ങൾ യേശുവാണ്? അത് കേട്ടപ്പോൾ എനിക്കങ്ങ് ചാടിത്തുള്ളാൻ തോന്നി. വേറൊന്നും ചോദിച്ചില്ലല്ലോ. അതും ക്രിസ്തുവായിട്ട് പേഴ്സണലി ബന്ധമില്ലാത്ത ആ നാട്ടിൽ ആ വീട്ടിലുള്ള കക്ഷി. എനിക്കൊരു കാര്യം പിടികിട്ടി, സാഗര അച്ചാച്ചൻ്റെ അകത്ത് ഈ നാമത്തെക്കുറിച്ച് അറിയാന്നേ. ഓ ഹല്ലേലൂയ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നോട്ട് ചെയ്തോ, ഈ ആണ്ട് നിന്റെ വീട് മൊത്തം പൊട്ടി പുറപ്പെടാൻ പോകുകയാ.
നിന്റെ പുറകെ നിന്റെ റിലേറ്റീവ്സ് മുഴുവൻ ഫോളോ ചെയ്യാൻ പോകുകയാ. കാര്യം നീ എടുത്ത് ഈ പുസ്തകം ശക്തിയുള്ളത്. എന്നോട് പറഞ്ഞു എനിക്ക് സ്നാനമേൽക്കണം. അന്ന് ഞാൻ ടി വിയിൽ പ്രീച്ച് ചെയ്യുന്നൊരു സമയമാണ്. ഉച്ച കഴിഞ്ഞൊരു ക്രിസ്ത്യൻ ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഒന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സിമ്പിൾ ജീസസിനെ കുറിച്ച് എൻ്റെ മെസ്സേജ് അടിക്കണ്ട സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ വിളിച്ചതാ. പാസ്റ്ററെ, ഞാൻ പറഞ്ഞു വാ. ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾ അപ്പം തന്നെ ജീവനും മരണത്തിനും ഇടയിൽ നിന്നുണ്ട് ആ വീട്ടിൽ ചെന്ന് 4 മണിക്കൂർ യാത്ര ചെയ്ത്. അങ്ങനെയൊക്കെയുള്ളവരുള്ളതിനായി സ്വോത്രം. അവിടെ നിന്നുണ്ട് എന്നെ വിളിച്ചിട്ട് പറയും ആ വീട്ടിൽ ഞാനിപ്പോൾ ഉണ്ട്. ഇങ്ങനെ പേടിയില്ലാത്തൊരു ഗണം, ഭയമില്ലാത്തൊരു ഗണത്തെ ഇതിൻ്റെ അകത്തുനിന്ന് വാർത്തെടുക്കാൻ പോകർത്ത. ആരെ പേടിക്കാനാ സാറേ? ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അപ്പോസ്തലന്മാരെ പിടിച്ച് അടിപ്പിച്ചിട്ട് താക്കീത് ചെയ്തു. മേലാൽ ഈ നാമത്തെ പറയരുത്. ഈ സംഭവം ആരോടും പറയരുത്. ആ സംഭവം ഇപ്പം മൈക്ക് വെച്ച് കെട്ടി പറയുക. 2 കാര്യം പറഞ്ഞേ. ഒന്ന്, ഈ നാമത്തെക്കുറിച്ച് മിണ്ടരുത്. 2, ഈ ഇങ്ങനൊരു സംഭവം നടന്ന കാര്യം ആരോടും പറയരുത്. നെടുമങ്ങാട് മൈക്ക് വെച്ച് കിട്ടിയ കയ്യഫാവേ ഹന്നാവേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ നാമത്താൽ മുടന്തൻ അവിടെ സൗഖ്യമായി. ഇവിടെയും ആ നാമത്താൽ സൗഖ്യം നടക്കാൻ പോകുകയാ. സൗഖ്യം നടക്കാൻ പോകുകയാ. സൗഖ്യം നടക്കാം. അവർ പറഞ്ഞു മനുഷ്യനെ അല്ല അനുസരിക്കേണ്ടത്, ദൈവത്തെയാണ് അനുസരിക്കേണ്ടേ. എന്തിനേറെ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ അപ്പോസ്തലന്മാർ സുവിശേഷം കൊണ്ട് നിറച്ചെങ്കിൽ അന്ന് യെരുശലേമിൽ ആരംഭിച്ച സുവിശേഷത്തിൻ്റെ പടയോട്ടം ആ നാമം നെടുമങ്ങാടും ഉയരുകയാ. ആ നാമത്തെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് നിന്ന് ഉയർത്താം. എല്ലാവരും ദൈവ സാന്നിധ്യത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇന്ന് രാത്രി ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പോകുകയാ. Thank you Lord. എത്ര പേർ ആവേശത്തോടെ ഈ രാത്രി നിൽക്കുന്നു ദൈവസന്നിധി? ആ നാമത്തെ ഉയർത്താൻ പറ്റിയ കുറേ ചെറുപ്പക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. ആ നാമത്തെ ഉയർത്താൻ പറ്റിയ കുറേ സഹോദരിമാർ, കുറേ സഹോദരന്മാർ ഇതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിങ്ങൾ ചിലതിനെ പരിശുദ്ധാത്മാവ് തീ പിടിച്ച അഭിഷേകത്തിൽ ആ നാമത്തെ ഉയർത്താൻ വേണ്ടി യൂസ് ചെയ്യാൻ പോകുകയാണ്. നേരത്തെ കൈ ഉയർത്തിയ ചെറുപ്പക്കാരെല്ലാം ഒന്നുകൂടൊന്ന് എന്നോട് ചേർന്നൊന്ന് കൈ ഉയർത്തി പിടിച്ച്. ഇന്ത്യയിൽ ഏതാണ്ട് 60-70% ഉള്ള യങ്സ്റ്റേഴ്സാണ് കേട്ടോ. ഇന്ത്യയിൽ അറൗണ്ട് 60-70% ഉള്ള ആരാ? യൂത്ത്സാണ് കേട്ടോ. യൂത്ത്സാ, ചെറുപ്പക്കാരാണ്. ഇവർക്ക് വേണ്ടി ഇന്ന് രാത്രി 1-2 നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ജസ്റ്റ് 9:15 മണിയായതേ ഉള്ളൂ. ആരും ഇപ്പോൾ പോകരുത്. സ്പെഷ്യലി വാഹനമുള്ള ദൈവമക്കൾ പോകരുത്. നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഈ മഹായോഗം, സമാപന യോഗം, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയുടെ ആഴവുമായി യേശു കർത്താവ് ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി ആ ചെറുപ്പക്കാരെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, യുവതി യുവാക്കന്മാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ എല്ലാവരും തലയ്ക്ക് മുകളിൽ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ധൈര്യത്തോടെ, ലജ്ജ കൂടാതെ കാണുക ഈ ചെറുപ്പക്കാരുടെ കരങ്ങൾ ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഫസ്റ്റ് ഓഫ് ഓൾ ആ കൈ ഉയർത്തിയ എല്ലാ യങ്സ്റ്റേഴ്സും ഓടി ഫ്രണ്ടിലേക്ക് വരിക. കൈ ഉയർത്തിയ എല്ലാ ചെറുപ്പക്കാരും, വോളണ്ടിയേഴ്സ്, അവരെ നിർബന്ധമായി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ജസ്റ്റ് നിങ്ങൾ മെല്ലെ വരരുത്. ലജ്ജയുള്ളവർ വരരുത്. വരികയാണെ ആവേശത്തോടെ ആ നാമത്തിൻ്റെ ശക്തി എന്താണെന്ന് അനുഭവത്തിൽ തിരിച്ചറിഞ്ഞ ചെറുപ്പക്കാർ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുകയാണ്. സഹോദരിമാർ, പെൺകുഞ്ഞുങ്ങൾ ഈ സൈഡിലും ആൺകുഞ്ഞുങ്ങൾ ഈ സൈഡിലും ഒരുമിച്ച് നിൽക്കുക. നാം ഒന്നിച്ച് ചേർന്ന് ഇന്ന് രാത്രി അവൻ്റെ നാമത്തെ ഉയർത്തുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നൽകപ്പെട്ട നാമം അല്ലാതെ വേറെ ഒരു നാമവും ഇല്ലവേ ഇല്ല. വരിക, എല്ലാ ചെറുപ്പക്കാരും ഓടി മുമ്പിലേക്ക് വരിക. റഹിമത ജനക ഷൈൻഡസ് കമനി റഹിമാദ ഗദ ഹൽക്കി മഹാസി റഹിമാദ ജദാനി ഗബഹൽക്കി ബദ ഹദരിയാമ റഹിമ സഹാര ബഹാസി. അല്പസമയം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ നിന്നാട്ടെ. ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുകയാ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒന്ന് സുവിശേഷത്തിൻ്റെ തീ പിടിച്ചിറങ്ങാൻ പോകുകയാ, പ്രാർത്ഥിക്കാൻ പോകുകയാ. സാം കുമരകം പാസ്റ്ററിൻ്റെ മെസ്സേജ് അല്ല ഇന്ന് രാത്രിയിലെ പ്രാധാന്യം. ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന കുറേ ദൈവമക്കൾ നിൽപ്പുണ്ട്. നേരത്തെ ദൈവദാസൻ പറഞ്ഞു, മുഴുരാത്രി പ്രാർത്ഥിച്ച സഭ, ഉപവാസമിരുന്ന് പ്രാർത്ഥിച്ച സഭ, ആ സഭയുടെ പ്രാർത്ഥനയാണ് ഇന്ന് രാത്രി ഇവിടെ ചലനമായി മാറിക്കൊണ്ടിരിക്കുന്നത്.
അവിടെ പുറകിൽ നിൽക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും ദയവായി ഇവരുടെ പുറകിൽ വന്ന് നിന്നാട്ടെ. ആ കസേരയെല്ലാം വിട്ടേച്ച് നിങ്ങളുടെ കയ്യിലെ ബൈബിളൊക്കെ അവിടെ വെച്ച് ഇവരുടെ തൊട്ട് പുറകിൽ വന്ന് നിന്നാട്ടെ. എല്ലാ മാതാപിതാക്കന്മാരും ഇവരുടെ പുറകിൽ വന്ന് നിന്നാട്ടെ. ഫ്രണ്ടിലെ ചെയേഴ്സ് എല്ലാം പെറുക്കി മാറ്റുക. എന്നിട്ട് ഇന്ന് രാത്രി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. ഈ സദസ്സിലുള്ള പാസ്റ്റേഴ്സ്, സഭാ ശുശ്രൂഷകന്മാർ, പാസ്റ്റേഴ്സ് ദയവായി എന്നോട് ചേർന്ന് സ്റ്റേജിലേക്ക് വരിക. ആമീൻ. എത്ര പാസ്റ്റേഴ്സ് ഉണ്ട്, ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ദയവ് ചെയ്ത് പാസ്റ്റേഴ്സ് ആയിരിക്കുന്നവർ എൻ്റെ അടുക്കിലേക്ക് സ്റ്റേജിലേക്ക് വരിക. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമേ ശുശ്രൂഷ തുടരുകയുള്ളൂ. പാസ്റ്റേഴ്സ് ആയിട്ടുള്ളവരെല്ലാം സ്റ്റേജിലേക്ക് വരിക. നമ്മുടെ മീറ്റിംഗ് ജസ്റ്റ് 5-6 മിനിറ്റ്സ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പാസ്റ്റേഴ്സ് ആയിട്ടുള്ളവർ സ്റ്റേജിലേക്ക് വരിക. പാസ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ദയവ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ, പാസ്റ്റേഴ്സ് ആയിട്ടുള്ളവർ സ്റ്റേജിലേക്ക് വരിക. ദയവ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവിടെ നിൽക്കുന്ന മാതാപിതാക്കന്മാർ ദയവായി അവിടെ നിൽക്കാതെ ഇവരുടെ പുറകിലേക്ക് വന്ന് നിൽക്കുക. നമ്മൾ ഒന്നിച്ച് ചേർന്ന് ഇന്ന് രാത്രി അവൻ്റെ നാമത്തെ ഉയർത്തുകയാ, യേശു എന്ന നാമത്തെ. കണ്ണുകൾ മൂടി പ്രാർത്ഥിക്കുക. ചില യൗവനക്കാർ മാനസികമായി തകർന്നവരാണ്, മെൻ്റലി ഷോക്ക്ഡ് ആയിട്ടുള്ളവരുണ്ട്. ഇന്ന് രാത്രി യേശു അവരെ തൊടാൻ പോകുകയാ. യേശു അവരെ തൊടാൻ പോകുകയാ. യേശു അവരെ തൊടാൻ പോകുകയാ. സ്റ്റേജിലേക്ക് വന്നാട്ടെ കർത്താവിൻ്റെ ദാസനെ. യേശു അവരെ തൊടാൻ പോകുകയാ. മക്കൾക്ക് വേണ്ടി അലമുറയിട്ട് കരയുന്ന പിതാവുണ്ട്, മാതാവുണ്ട്. എങ്ങനെയെങ്കിലും തലമുറയുടെ കെട്ടൊന്ന് അഴിയണമെന്നുള്ള ചിന്തയോടെ തമ്പുരാൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന മാതാപിതാക്കന്മാർ, ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുനീർ അവൻ കാണാതെ പോകുകയില്ല. കുടുംബജീവിതം ആരംഭിച്ചിട്ട് ജനറേഷൻ ഇല്ലാതെ വേദനിച്ച് നിൽക്കുന്ന ആമേ സഹോദരൻ, സഹോദരി, ഫാമിലി, ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ തൊടാൻ പോകുകയാ. അടുത്ത വർഷം ഈ സമയം വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു അത്ഭുതം നടക്കാൻ പോകുകയാ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ കമാൻഡ് ചെയ്യുകയാ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വെളിപ്പെടുത്തലുകൾ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാത്രി. അറബി അബ്ദൽ ഖമനി റഗദലയ പ്രൗഷസിയാജ, അറബി അബ്ദലയ പ്രൗഷസിയാജ, ഹോറാമാസി ലൈറ്റൈസസ് മിഖോറിയാസി റേ റേ റേമഹാസിയാര. മെഡിക്കൽ ശാസ്ത്രം പരാജയപ്പെട്ട ഇടത്ത് യേശുവിൻ്റെ കരം തൊട്ട് തുടങ്ങുകയാ. റഹിമാസി അന്താനി റമൽറ്റ 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 ററ്റാനിയ ററ്റാനിയ റബോനിയസ് കലബഹാസിയ. വശ്യതയുടെ ആത്മാവിനെ ഇന്ന് രാത്രി ഞാൻ ക്യാൻസൽ ചെയ്യുകയാ. ഭക്ഷണത്തിലോ പാനീയത്തിലോ എൻ്റെ ജനത്തെ വശീകരിച്ച് കെട്ടാൻ പിശാചിട്ട മുഴുവൻ കുരുക്കുകളെയും ഇന്ന് രാത്രി ഞാൻ അഴിച്ചെറിയുകയാണ്. ചതിക്കപ്പെട്ട തലമുറകൾ ഇന്ന് രാത്രി കെട്ടഴിയുകയാ. ആ മകളിലെ കെട്ട് അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എഡ്യൂക്കേഷനെതിരെ, വിദ്യാഭ്യാസത്തിനെതിരെ കൊടികുത്തി വാഴുന്ന ദുരാത്മാവ് ഇന്ന് രാത്രി വിട്ടുമാറുകയാ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഒരു ഡെലിവറൻസ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുകയാ. ഒരു ഡെലിവറൻസ്. പാസ്റ്റേഴ്സിൻ്റെ ഭാര്യമാർ, കുടുംബങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ പുറകിൽ നിൽക്കാതെ ഈ പെൺകുഞ്ഞുങ്ങളുടെ പുറകിൽ വന്ന് നിൽക്കുക. നിങ്ങളാണ് അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കേണ്ടത്. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി പിശാചിന്റെ കെട്ട് അഴിച്ചു വിടുക. നിന്റെ പഠനത്തിന്റെ പാതി വഴിയിൽ പിശാച് നിന്നെ കുരുക്കിയിട്ട പൈശാചിക കുരുക്കുകൾ ഇന്ന് രാത്രി പൊട്ടി മാറുകയാണ്. നിന്റെ ഭാവിയെ ഉന്നം വെച്ചുകൊണ്ട് പിശാച് ഏതോ വ്യക്തിയിൽ കൂടി തല പൊക്കി മുളയിലെ ചിലതിനെ നുള്ളിക്കളഞ്ഞിട്ട് മാനസികമായി നീ തകർന്നു പോയി. നിന്റെ വിദ്യാഭ്യാസത്തിൽ നീ ഉടഞ്ഞുപോയി. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അങ്ങനെ അങ്ങ് നിന്നെ വിടുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറല്ല. ഒരു ഫ്രഷ് ബിഗിനിങ് ഇന്ന് രാത്രി ദൈവാത്മാവ് തരാൻ പോകുകയാ. നിന്റെ മോഹന സ്വപ്നങ്ങൾക്ക് കാർമേഘമിട്ട അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി അഭിഷിക്തന്മാരിവിടെ നിറനിറയായി നിൽക്കുകയാ. ഈ രാത്രി ആത്മാവേ തന്റെ ജനത്തെ തൊടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്താൽ ഇന്ന് രാത്രി ഞാൻ കൽപ്പിക്കുന്നു, ഒരപ്പൻ തൻ്റെ മകനുമായി വന്നിട്ട്, ആ യേശുവേ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണ. പലപ്പോഴും തീയില്, പലപ്പോഴും വെള്ളത്തില്. തീ കാണാൻ മേല, വെള്ളം കാണാൻ മേല, ചാടണം, ചാകണം. അതൊരു ആത്മാവാ, ചന്ദ്രരോഗത്തിൻ്റെ ആത്മാവാണ്. ഇന്ന് രാത്രി ഇതുപോലെ ജനറേഷന്റെ മേൽ കുത്തിവെച്ച ദുരാത്മാവിനെ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യാൻ അധികാരമുള്ള അഭിഷിക്തന്മാർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്.
രാജസ്മിലാഠ സമരഠാനി രാഹമാസിഹിൽ ബഹർ ബിനായിസസ്മിഖാനിയ. ഉറക്കം നഷ്ടപ്പെടുത്തി കളഞ്ഞ രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ കുടുംബത്തിൽ ഉറക്കമില്ലാതെ നിന്നെ മെന്റലി ഷോക്കാക്കുവാൻ നിന്റെ വീടിൻ്റെ അകത്തേക്ക് എരച്ചു കയറിയ പൈശാചിക അധികാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ഒരു വലിയ ഡെലിവറൻസ് സംഭവിക്കുന്ന സമയം. ദുർസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട്, ദുരാത്മാവിനെ കണ്ടുകൊണ്ട്, പണമുയർത്തി ആടുന്ന പാമ്പിന്റെ ശക്തിയെ കണ്ടുകൊണ്ട്, അന്ധകാര ശക്തിക്ക് പിടികൊടുത്ത് ജീവിതം തകർക്കുവാൻ പിശാച് കൊണ്ടുപോകുന്ന തേർവാഴ്ചകളെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അഴിച്ചു വിടുകയാ. അല്പസമയം ആ കരമടിച്ച് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശുവേ അറബി അബ്ദലറിയ പ്രൗഷസിയാജ. കർത്താവിൻ്റെ ദാസന്മാരെല്ലാം അവിടെ നിന്ന് മുമ്പോട്ട് കയറി എൻ്റെ അടുക്കൽ ഇങ്ങനെ നിരനിരയായി നിന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. ദൈവത്തിൻ്റെ വിടുതൽ ഇന്ന് രാത്രി നടക്കാൻ പോകുക. കണ്ണുകൾ മൂടി മാക്സിമം ടൈം നാം യേശുവിൻ്റെ നാമത്തെ ഇവിടെ ഉയർത്തി. നിങ്ങളുടെ വീട്ടിലൊരു മിറക്കിൾ നടക്കാൻ പോവുക. ബ്രദർ ഇങ്ങോട്ട് വന്നാട്ടെ. നിങ്ങളുടെ നിന്ന കർത്താവ് ഉരുട്ടാൻ പോവാ. വർഷങ്ങളായി നിങ്ങൾ ചുമന്ന ഒരു നിന്ന ഇന്ന് രാത്രി കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോവാ. നിങ്ങളുടെ വീട്ടിൽ വംശത്തെ ഇല്ലാതെയാക്കിയ പൈശാചിക കരങ്ങളെ ഇന്ന് രാത്രി കർത്താവ് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളുടെ ഭവനത്തിൽ ഒരു വലിയ മിറക്കിളിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ പോവാ. അറബി അംദൽ ഖമനി കമോൺ എല്ലാവരും പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവ് എന്നെ വ്യക്തമായി കാണിക്കുന്നു. ജനറേഷനെതിരെ ആഞ്ഞു കൊത്തിയ അന്ധകാരത്തിൻ്റെ കെട്ടിന്ന് രാത്രി അഴിയുന്നു. ഈ ബ്ലസ് നെടുമങ്ങാട് ശാപത്തിന് പകരം അനുഗ്രഹം കൈമാറാൻ പോകുകയാ. ശാപത്തിന് പകരം അനുഗ്രഹം കൈമാറാൻ പോകുകയാ. ഞാനിവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, ഭാരതത്തിൽ ഒരു സൈന്യം വേണം യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ, ഭയമില്ലാതെ. ഒരുപക്ഷെ കർത്താവിൻ്റെ വേലയ്ക്കുള്ള വിളി നിങ്ങൾക്കുണ്ടായിരിക്കാം. ആ വിളി ഒരുപക്ഷെ കൺഫർമേഷനിലേക്ക് വന്ന് കാണുകയില്ല, കൺഫേമായി കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഇത് കൺഫേം ചെയ്യുക. ജോലിയുടെ കൂടെയോ അല്ലാതെയോ ഒരു കൺഫർമേഷൻ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവാ. കർത്താവിൻ്റെ വേല ചെയ്യാൻ വിളിയുള്ളവർ ഒരു മിഷണറിയാക്കാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ ഒരു പാസ്റ്ററൽ മിനിസ്ട്രി മാത്രമല്ല സുവിശേഷ വേല. ഒരു പാസ്റ്ററൽ മിനിസ്ട്രി മാത്രമല്ല സുവിശേഷ വേല, അതിനേക്കാൾ കഠോരമാണ് മിഷണറി വേല. ഒരു പാസ്റ്ററൽ വേല ഒരു ചർച്ചിൻ്റെ അകത്ത് ദൈവമക്കളെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് വളരെ സ്ട്രഗിളാണ്. പക്ഷേ ഒരു മിഷണറി വേല പോയാൽ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്തതാ മിഷണറി വേല. ഇന്ത്യയിൽ മിസോറാമും ത്രിപുരയും ഹിമാചലും ഒഴികെ ബാക്കി മുഴുവൻ സ്റ്റേറ്റിലും കാലുകുത്തി നടക്കുന്നവനാണ് ഞാൻ. ആയിരക്കണക്കിന് ഗ്രാമങ്ങൾക്കകത്ത് കയറി ആത്മാക്കൾക്ക് വേണ്ടി വില കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. യെസ്, അതുകൊണ്ട് അഭിമാനത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മേഘാലയയിൽ ഗാറോ ഭാഷക്കാരുടെ നടുവിൽ അവർ കഴിക്കുന്ന നായുടെ ഇറച്ചി അവരുടെ കൂടെ ഇരുന്ന് ഭുജിക്കുമ്പോൾ അന്തരംഗത്തിലൊരു ആവേശമുണ്ട്. കാര്യം ഇന്ത്യ മൾട്ടി കൾച്ചറാണ്. കേരളക്കരയിൽ കൺവെൻഷൻ പ്രസംഗകനായി കളർഫുള്ളായി നിന്നാൽ മേളി ചെല്ലുമ്പോൾ പല കാര്യങ്ങൾക്കും തല്ലുമേടിക്കേണ്ടതായി വരും. എന്നാൽ ഭാരതമെന്ന രാജ്യം വിസ ഇല്ലാതെ പോകാൻ പറ്റിയ, വിഷൻ മാത്രമുണ്ടെങ്കിൽ എത്താൻ പറ്റിയ ഈ രാജ്യത്ത് കാട്ടുമക്കൾ, ആദിവാസികൾ, കാടിൻ്റെ അകത്ത് കിടക്കുന്നവരെ തപ്പിപ്പോകാൻ എന്നോടല്ലാതെ വേറെ ആരോടാ കർത്താവ് പറയണ്ടേ? പറ്റുമോ? കാലഖണ്ഡിയിൽ, ഒറീസയിൽ കാലഖണ്ഡിയിൽ, കാല മീൻസ് കറുത്തത്, കറുത്ത ജില്ലയ്ക്കകത്ത് നൂറുകണക്കിന് ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഒരു മിഷനറിയുടെ വാട്ടർ കോളായത്. ധൈര്യമുണ്ടോ ഇന്ത്യയിൽ ഒരു മിഷൻ വേല ചെയ്യാൻ, ഒരു കർത്തൃവേല ചെയ്യാൻ? ഞാൻ തയ്യാറാ പാസ്റ്ററെ എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കൃപയുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ എന്നോട് ചേർന്ന് കര ഉയർത്തി പിടിക്കുക. ഉയരട്ടെ.
ഉയർത്തിപ്പിടിക്കുക, കര ഉയർത്തിപ്പിടിക്കാം. റഹിയാസ് Rahima Saranta Bikalkabas Majesty Rahima Dahasa Samatas. എന്താ കാഴ്ച ഈ കാണുന്നേ? ഇതെന്ത് കാഴ്ച ഈ കാണുന്നേ? ഇത് തിരുവനന്തപുരത്ത് തന്നെയുള്ള മീറ്റിംഗ് ആണോ സുനിൽ പാസ്റ്റർ? എങ്കിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ഉത്തരേന്ത്യൻ മേഖലകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മിഷണറിമാരിൽ ഏറ്റവും കൂടുതൽ തെക്ക് നിന്നായിരിക്കും. വാര്യാപുരം യോനാച്ചാൻ പ്രവചിച്ചൊരു പ്രവചന, വടക്ക് നിന്ന് വാള് വരുന്നു, തെക്ക് നിന്ന് തീ ഉയരുന്നു. തെക്ക് നിന്നുയരുന്ന തീയ വടക്ക് നിന്നുയരുന്ന വാളിനെ ഇല്ലാതെയാക്കുന്നു. എന്താ ഈ കാണുന്നേ? ഒരാർമി, അസ്ഥിയോട് ചേർന്ന ഒരാർമി, ഞരമ്പും മാംസവും വന്ന് പിടിച്ച ഒരാർമി, പുറത്ത് തൊക്ക് വന്ന ഒരാർമി, കുറച്ച് കഴിഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റിയ ഒരു സൈന്യം. ഈ മീറ്റിംഗ് നെടുമങ്ങാടാണ് നടക്കുന്നത്, ഛത്തീസ്ഗഡിലല്ല, ജാർഖണ്ഡിലല്ല. വ്യാഴാഴ്ച ഞാൻ ജാർഖണ്ഡിലാണ് യേശുവിനെ ഉയർത്തുന്നത്. എൻ്റെ വരവിനെ അവർ തടഞ്ഞു, ക്യാൻസൽ ചെയ്തു. പക്ഷെ ഞാൻ പോകയാ. ആർക്കും ക്യാൻസൽ ചെയ്യാൻ ഒക്കത്തില്ല, ഒരു ശക്തിക്കും ക്യാൻസൽ ചെയ്യാൻ ഒക്കത്തില്ല. അവിടുത്തെ സന്താളി ഭാഷക്കാർ ഈ പുസ്തകത്തെ ഉയർത്തുന്ന സമയം എത്തിയിരിക്കുകയാ. അസാധാരണമായ റിവൈവൽ നടക്കുകയാ. സാറേ, റിവൈവൽ ഐസ് കട്ട കൂട്ടി വെച്ചതല്ല റിവൈവൽ, അർത്ഥാൽ അഗ്നി കത്തുന്നതാ റിവൈവൽ. നീ വെള്ളം ഒഴിച്ചാൽ ഇത് കിടത്തില്ല, നീ ഊതിയാൽ ഇത് ആളിക്കത്തും. അതാ റിവൈവൽ. കാര്യം ഇത് മനുഷ്യൻ കത്തിക്കുന്നതല്ല, ഇതിന്റെ ഓണർ അവനാണ്. യേശു മോറെ മോഹേ तो बता कैसे जीऊंगा तेरे बिना. യേശു മോറെ മോഹേ तो बता कैसे जीऊंगा. ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരന് ആ വഴി പോവുകയാണ്, അവനൊന്ന് കേട്ടോട്ടെ. യേശുവിനെ പിരിഞ്ഞൊരു ജീവിതമില്ലെന്ന് അവനും കൂടി ഒന്ന് കേട്ടോട്ടെ. എൻ്റെ പൊന്നു പാസ്റ്റേ, അച്ഛൻ്റെ ഹോളിൻ്റെ അകത്ത് ഹിന്ദി ആരാധന തുടങ്ങണം. ഞങ്ങൾ വരെ ആളെയും കൂട്ടി നമുക്ക് പിടിക്കണം, ഇന്ത്യയെ പിടിക്കണം. അല്ല, സ്നാനമേൽക്കാതെ ആരെങ്കിലും ഈ ഗ്രൗണ്ടിലുണ്ട്? എനിക്കറിയില്ല, ഇത് സഭയുടെ മീറ്റിംഗ്, എല്ലാം ദൈവമക്കളാണ്. പക്ഷെ ഒരാളെങ്കിലും സ്നാനമേൽക്കാതെ ആരെങ്കിലും ഉണ്ട്? എന്നോട് ചേർന്നൊന്ന് കൈയൊന്ന് ഉയർത്തി പിടിച്ചേ. ഇതുവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കാത്തവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. തലയ്ക്ക് മുകളിൽ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. അങ്ങ് പുറകിൽ ആരെങ്കിലും ഉണ്ട്? റോഡ് സൈഡിൽ ആരെങ്കിലും ഉണ്ട്? ഈ ശബ്ദത്തിൻ്റെ റേഞ്ച് എവിടം വരെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എവിടെയെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിലോ മരത്തിൻ്റെ സൈഡിലോ റോഡ് സൈഡിലോ ഇരുട്ടിൻ്റെ അകത്തോ എവിടെയെങ്കിലും ഉണ്ട്? സാമ്പാസ് കണ്ട ചുമ്മാ കൈ അങ്ങോട്ട് ഉയർത്തിയാൽ മതി കേട്ടോ. യേശു നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ചുമ്മാണ്ടല്ല കൈ ഉയർത്തുന്നത്, മനസ്സറിഞ്ഞങ്ങ് കൈ ഉയർത്തുക. ഇതുവരെ സ്നാനമേൽക്കാത്തവർ ധൈര്യത്തോടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ഒത്തിരി കര ഉയരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എങ്ങനെ പോകും എൻ്റെ സഹോദരങ്ങളെ? ഇവരെ കർത്താവ് തൊരട്ടെ. അങ്ങ് അറ്റത്ത് കൈ ഉയർത്തുന്ന സിസ്റ്റർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ഇരിക്കുന്ന ഒരു ആൻറ്റി സിസ്റ്റർ കൈ ഉയർത്തുന്നത് ഞാൻ കാണുന്നു. ഇവിടെ ഒത്തിരി യൗവനക്കാരിങ്ങനെ കൈ ഉയർത്തി പിടിച്ചിരിക്കുക. ആ ബ്രദറിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് തൊടട്ടെ. ആ സഹോദരനെ, ആ പിതാവിനെ കർത്താവ് തൊടട്ടെ. ഞാൻ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരൊറ്റ ആളിപ്പോൾ രാത്രി പോകല്ലേ, സമയം പോയി. 9:30 ആയിട്ടുള്ളൂ. യേശുവിൻ്റെ നാമം 9:30 ആയിട്ടുള്ളൂ. എന്നോട് പറഞ്ഞ സമയമേ ആയിട്ടുള്ളൂ. ബാക്കി ഇനി എൻ്റെ സമയമാണ്. അമ്മ റഹസിയാൻറ്റാനി. ആ കൈ ഉയർത്തി വരുന്ന ഫ്രണ്ടിലേക്ക് വന്ന്, എന്നിട്ട് ആ സ്റ്റെപ്പിൽ കൂടി ഒന്ന് ചവിട്ടി സ്റ്റേജിലോട്ടൊന്ന് കയറിക്കേ. എന്നിട്ട് ഈ സൈഡിലേക്ക് നിരനിരയായി നിന്ന് ആ കൈ ഉയർത്തിയവർ സ്റ്റേജിലോട്ടൊന്ന് കയറിക്കും. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരെയും നിർത്താൻ ധൈര്യത്തോടെ ആ സ്റ്റേജിലോട്ട് കയറിക്കേ. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ആരും ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകരുത്. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണ്. മറഹസിയാൻറ്റനാസി. ആ സ്റ്റെപ്പിൽ കൂടി ഒന്ന് കയറി വന്നാട്ടെ. നാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ബാക്കിയുള്ളവരെല്ലാം ഫ്രണ്ടിലേക്ക് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. ആമന കൈ ഉയർത്തിയവരാരും പോകരുത്. എല്ലാവരും ആ സ്റ്റേജിലേക്ക് ഒന്ന് കയറി നിന്ന് നാം ഇവർക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുക. ഇനി ഞാൻ നിൽക്കുന്നവരെല്ലാം കയറി ഒന്ന് വന്നാട്ടെ. മോനെ, നീ ഇങ്ങനെ ചാടി ഇങ്ങോട്ട് കയറി. നിന്റെ പേരെന്താണ്?
അഭിജിത്ത് ചാടിക്കേറിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഭവം ഞാൻ അങ്ങോട്ട് പറയാം. ഛത്തീസ്ഗഡിൽ ഏറ്റവും പ്രശ്നമുള്ള സമയത്ത് ഞാൻ 8 പേരെ സ്നാനപ്പെടുത്തുക, വെള്ളത്തിന് സ്നാനപ്പെടുത്താൻ വേണ്ടി സ്നാനക്കുളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സ്നാനപ്പെടാനുള്ള 8 എണ്ണം ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക ലൈനായിട്ട്. ആദ്യം പറഞ്ഞു, ബ്രദർ വന്നാട്ടെ എന്ന് പറഞ്ഞു. മോൻ ഇങ്ങോട്ട് ചാടിക്കേറിയില്ലേ, ഇതുപോലെ കൈകുത്തി വെള്ളത്തിലോട്ട് നേരെ ചാടി ഡൈവ് ചെയ്തു അവൻ. സത്യം പറഞ്ഞാൽ അവനല്ല ആദ്യം മുങ്ങിയത്, ഞാനാ. വെള്ളത്തിൽ ഞാൻ നിമജ്ഞനം ചെയ്യപ്പെടുന്ന പോലെ ആയി. പിന്നെ ഞാൻ ചോദിച്ചടേ, അവന് ഹിന്ദിക്കാരനാ, എന്ത് പറ്റിയുടെ ഈ കാണിച്ചത്? അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? പാസ്റ്ററെ, ഞാനൊരു മന്ത്രവാദിയാ. യേശു എന്നെ തൊട്ടപ്പ നടന്നിറങ്ങാൻ തോന്നിയില്ല, അതുകൊണ്ട് ചാടി ഇറങ്ങിയതാ. കമാൻ രാഹി മസ്കൽ ഹോട്ടി അമറാഷി റേസ് ബൽഹോറിയസ് ലഹമദാരക ബഹസിയാൻ ചലയ പ്രകമാസി റാസസ്. എന്താ പേര് സഹോദരൻ്റെ? ജസ്റ്റിൻ രാജ്. ഒരു സിജി രാജ് ഞങ്ങൾക്കുണ്ട്. രാജ കേട്ടോ, റോയൽ കോളിങ്. എല്ലാവരുടെ മേലും ഒരു റോയൽ രാജകീയ അഭിഷേകം കർത്താവ് പകരട്ടെ. റൈസ് മറ്റാസ് ദൈവദാസന്മാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അവരിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവരെ ഒന്ന് ചേർത്തൊന്ന് വെക്കാൻ. എൻ്റെ കൂടെ വന്ന സഹോദരന്മാരൊക്കെ കണ്ടോണ്ട് നിൽക്കുന്നുണ്ട്. അതിനായി സ്തോത്രം. താങ്ക്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് പങ്കുവെക്കുക. ഈ കൊച്ചു പ്രായത്തിൽ ഇവർക്കൊക്കെ ഈ കുഞ്ഞു പ്രായമല്ലേ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇതിൻ്റെ അകത്ത് കാണാൻ സാധ്യതയുണ്ട്. 7, 8 ഒക്കെ ഉണ്ടെങ്കിൽ 7, 8 ഒക്കെ തുടങ്ങിയ സമയത്താണ് ഞാനും ട്രാക്ട് കൊടുക്കാൻ തുടങ്ങിയത്. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ്സിൽ വന്നപ്പോഴേ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത്. ആമേൻ. അന്നൊക്കെ ട്രാക്ട് കൊടുക്കുക, സുവിശേഷം പറയുക. ആരെന്താ പറയും, ആരെന്നാ വിചാരിക്കും, അന്നും ചിന്തയില്ല, ഇന്നും ചിന്തയില്ല. ആരെന്തേലും പറയട്ടെ, ആരെന്തേലും ചെയ്യട്ടെ, അപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശുശ്രൂഷ തീരാതെ പിശാചേ ഏറിയായി വരാൻ നിനക്കൊക്കത്തില്ല. മിനിസ്ട്രി തീരാതെ. കോട്ടയത്ത് 2 രൂപ കൊടുത്തിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നൊരു സമയം. 2 രൂപയേ ഉള്ളൂ. പക്ഷെ അന്നൊന്നും ബോധമില്ലാത്ത കാലഘട്ടോ. ബോധമില്ല, പ്രത്യേകിച്ച് വലിയ വിവരമൊന്നുമില്ല, ഒന്നാമത് വിദ്യാഭ്യാസമില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറവുകൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാമെന്നൊന്നും അറിയത്തില്ല. 5-6 സഹോദരങ്ങളെയും കൂട്ടി സുവിശേഷം അറിയിക്കാൻ വേണ്ടി ട്രെയിനിൽ ട്രാക്ട് കൊടുക്കാൻ പോയതാ. പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ അല്ലാതെ കാര്യം എന്നാ, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇതല്ല അവരുടെ പ്രശ്നം, യേശുവിനെ പറഞ്ഞതാ പ്രശ്നം. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു സഹോദരനുണ്ട്. കോർട്ടിൽ വിളിച്ചു. കോർട്ടിൽ പോയി കേട്ടോ. കോർട്ടിൽ ചെന്നു ഓരോരുത്തരെ അവർ ചെയ്ത തെറ്റ് ഇങ്ങനെ എഴുതി വായിക്കുക. സുവിശേഷത്തിൻ്റെ പ്രതി ട്രെയിനിൽ കൊടുത്തു. ഇതാണ് പ്രശ്നം. ഓക്കെ. അപ്പം ജഡ്ജി വിധിച്ചു, പെനാൽറ്റി അടയ്ക്കണം. അങ്ങനെ പെനാൽറ്റി അടച്ചു. ഏറ്റവും അവസാനമായി ഞങ്ങളുടെ കൂടെ ഒരു സഹോദരൻ വന്ന് നിൽക്കുക. എന്താ നിൻ്റെ പേര്? ഉടനെ പേര് പറഞ്ഞപ്പോൾ തന്നെ അവന് ജഡ്ജിക്ക് മനസ്സിലായി ഇവൻ ക്രിസ്ത്യാനി അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ചോദിച്ചു, നീ ക്രിസ്ത്യാനി അല്ലല്ലോ? പറഞ്ഞു, അന്നല്ലായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെ. ഓക്കെ, എങ്കിൽ നീ എന്തിനാണ് സുവിശേഷത്തിൻ്റെ പ്രതിയും കൊണ്ട് പോയത്? ഉടനെ ആ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് ജഡ്ജിയുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, സാർ, ഞാനൊരു ഭ്രാന്തനായിരുന്നു. എൻ്റെ ഭ്രാന്തിനെ മാറ്റിയത് യേശുവാ. ഞാനൊരു ഭ്രാന്തനായിരുന്നു സാർ, എൻ്റെ ഭ്രാന്തിനെ മാറ്റിയത് യേശുവാകയാ. ആ യേശുവിനെ പറയാതിരിക്കാൻ പറ്റുമോ സാർ? ആ ജഡ്ജി എന്താ ചെയ്തെന്നറിയാമോ? കയ്യിലിരുന്ന പേപ്പർ വലിച്ചു കീറിയിട്ട് പറഞ്ഞു, പോടാ, ലോകം മൊത്തം പോയി പറ നിന്നെ വിളിച്ചത് യേശുവാന്ന്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ എൻ്റെ യേശു എന്ന നാമമല്ലാതെ. എനിക്ക് ഇങ്ങനെ ഓരോ പാട്ടൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇനി പാടാനൊക്കെ നിന്ന് ജയദാസ് എന്നെ നിർത്തിപ്പൊരിപ്പിക്കും. ജയദാസ് എന്തി നമ്മൾ ഒരുമിച്ച്, ജയദാസ് 10-15 വർഷം മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ദൈവ മനുഷ്യനെ ഉയർത്തി. എന്നെ പാട്ടല്ലേ, ഏകസത്യ ദൈവം എന്നുള്ള പാട്ടൊക്കെ പാടിയപ്പോൾ പാടുകയാണ്. അതൊക്കെയാ പാടണ്ടേ. ചത്ത മർത്തിയാത്മാക്കൾ ദൈവം എന്നും നിരൂപിക്കേണ്ടാരും 10-100 ദൈവങ്ങൾ, സത്യദൈവം ഒന്നേയുള്ളൂ, അവൻ്റെ പേരാ. അപ്പോഴേ നമ്മൾ ഇവരെ വിളിച്ച് സ്റ്റേജിൽ നിർത്തിയിട്ടായി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? കർത്താവിൻ്റെ ദാസന്മാരെ, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? അപ്പം നമ്മൾ ഇവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, മക്കളെ, നിങ്ങളാരും സ്നാനം ഏൽക്കാത്തവരാണ്. സ്നാനം കർത്താവിനോട് ചേരാനുള്ള വഴിയാണ്. നിങ്ങൾ വസ്ത്രം ധരിച്ചേക്കുന്ന പോലെ ക്രിസ്തുവിനെ ധരിക്കാനുള്ള വഴിയാണ് ബാപ്റ്റിസം. ഇതൊരു സഭ നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്നതല്ല. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായെന്ന. പ്രൈസ് ഗോഡ്.
ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുക. എൻ്റെ 14-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ് എൻ്റെ യേശുവിനോട് ചേരാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. മക്കളെ, നിങ്ങൾക്കറിയോ, ഞാൻ മലയാളം മാത്രം അറിയാവുന്ന ഒരു ഭാഷ മാത്രമേ എനിക്കറിയാവുള്ളൂ, വേറെ ഭാഷയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒത്തിരി ഭാഷക്കാരെ സ്നാനമേൽപ്പിക്കാൻ ഈ കൈക്ക് പറ്റിയിട്ടുണ്ട്. ട്രാൻസ്ലേഷനും കൂടിയുണ്ട് വെള്ളത്തിൽ. എന്നാലും വേണ്ടില്ല, ബാപ്റ്റിസം നടന്നിരിക്കും. പിന്നെ ആൻറ്റി കൺവേർഷൻ ബില്ല് കൊണ്ടുവന്ന് ജലസ്നാനത്തെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സന്തോഷം സാറേ. പക്ഷേ ആത്മസ്നാനത്തെ ബ്ലോക്ക് ചെയ്യാൻ നിന്റെ ബില്ലും പറ്റുകയില്ല, നിന്റെ ഒരു കരട് രേഖയ്ക്കും പറ്റത്തില്ല. ഇത് സർവശക്തന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കമാൻ റാഹി മസ്കലായി ചാസ്റ്റിവേ. എല്ലാവരും ആ കൈ ഇവരിലേക്കൊന്ന് നീട്ടിപ്പിടിച്ചേ. ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ എൻ്റെ കൂടെ വന്ന് ഇവരുടെ തലയിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് ഇവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവദാസന്മാരെല്ലാം ഈ ഫ്രണ്ടിലേക്ക് ഒന്ന് വന്നിട്ട് ഇവരൊന്ന് കൈ നീട്ടി അങ്ങ് കർത്താവിൻ്റെ ദാസന്മാർ ഇങ്ങോട്ട് വന്നിട്ട് ഇവർക്ക് വേണ്ടി കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. റീ മഹാസിയൻ ടാനിയാസ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കണ്ണീർ എല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടുതാ. കാർമേഘം പോன்று കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടുതാ. യേശു അழைக்கிறார், യേശു വിളിക്കുന്നു. बड़ी चाहत से तुमको बाहू में लेने यीशु बुलाता तुम्हें. बड़ी चाहत से तुमको बाहू में लेने यीशु बुलाता तुम्हें. കണ്ണീർ എല്ലാം തുടയ്ക്കും, കൺമണി പോൽ കാക്കും, കണ്ണീർ എല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു बुलाता तुम्हें, यीशु बुलाता तुम्हें. बड़ी चाहत से तुमको बाहू में लेने यीशु बुलाता तुम्हें. बड़ी चाहत से तुमको बाहू में लेने यीशु बुलाता तुम्हें. യേശു വിളിക്കുന്നു, ഓ യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു ബുലാത്താ तुम्हें. बड़ी चाहत से तुमको बाहू में लेने यीशु बुलाता. കണ്ണീരെല്ലാം തുടയ്പ്പാ, കൺമണി പോലെ കാപ്പാ. കണ്ണീരെല്ലാം തുടയ്പ്പാ, കൺമണി പോലെ കാപ്പാ. സകല വ്യാധിയേയോ സുഖമാക്കും
വല്ലഭൻ താൻ സകല വ്യാധിയെയും സുഖമാക്കും വല്ലഭൻ എന്നറിഞ്ഞു നീ യേശുവെ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിയിടും താൻ. എന്നറിഞ്ഞു നീ യേശുവെ നോക്കി എണ്ണമില്ല നന്മ നൽകിയിടും. നമ്മളീ പലരും ഇന്ത്യയിലെ ചില വയലുകളിൽ വെച്ച് കാണും കേട്ടോ. ഞാനങ്ങ് പ്രവചിക്കാം കേട്ടോ. ഇന്ത്യയിലെ ചില വയലുകളിൽ വെച്ച് നമ്മളൊക്കെ ഒന്ന് കാണാൻ പോവാ. ചില ഉത്തരേന്ത്യൻ വയലുകളിൽ വെച്ച് നമ്മളൊക്കെ ഒന്ന് ഒരസാൻ പോകയാ. നമുക്കൊരു ടീമായിട്ട് ഇവിടുന്ന് ഒരു വെട്ടിക്കളി പോലെ പറന്നുയരണം. സഭാ വ്യത്യാസം കൂടാതെ, സംഘടനാ വ്യത്യാസം കൂടാതെ ഇന്ത്യയെ പരിശുദ്ധമാ വിഴുങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ come on, ബലോ യേശു മസീഹി. സഹോദരിമാരെ, നമ്മുടെ ഒരു സഹോദരി 48 ദിവസം UP-യിലെ ജയിലിൽ കിടന്നിട്ട് അവൾ പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞ ടെസ്റ്റിമണി 48 ദിവസം കൊണ്ട് 46 പേരെ രക്ഷിക്കപ്പെടുത്തി. പറയാ ഇപ്പം ജാമ്യം കിട്ടണ്ടായിരുന്നെന്ന്. എടാ പിശാചേ, അടിച്ചമർത്താൻ നോക്കും തോറും കുതിച്ചുയരുന്നൊരു പവർ ഉണ്ടെങ്കിൽ എന്റെ വാക്ക് നിർത്തട്ടെ. യേശു വരാറായി. ഇവിടെ യോഗം തുടങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, വെളിച്ചത്തിങ്ങനെ പ്രാണികൾ വന്നുകൂടിയത്. ഉണർവ് നടക്കാൻ പോകയാ. ഇവിടെ അടുത്തുള്ള കടലിൽ ചാകരായ വരുന്നത് പോലെയാ ഉണർവിൽ ആത്മാക്കൾ വരാൻ പോകുന്നേ. അസൂസ സ്ട്രീറ്റ് ഇന്ത്യയിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുകയാണെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്താൽ എത്ര ദൈവമക്കൾക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ അത് വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയാൻ കഴിയും? ആ ഉണർവിൽ ഞങ്ങൾ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? നിങ്ങളെ നോക്കി ഞാൻ 3 ഡിക്ലറേഷൻ ചെയ്യുന്നു. നമ്പർ 1, ചില വ്യക്തികൾ ഉണർവിനുള്ളതാ. ചില സഭകൾ ഉണർവിനുള്ളതാ. ചില സ്ഥലങ്ങൾ ഉണർവിനുള്ളതാ. എങ്കിൽ നെടുമങ്ങാട് ഉണർവിനുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. നമ്പർ 1, ചില വ്യക്തികൾ ഉണർവിനുള്ളതാണ്. അതിൽ ഉൾപ്പെട്ടവരുടെ കരങ്ങളായി ഇന്ന് രാത്രി ഉയർന്നിരിക്കുന്നത്. യെസ്, ചില വ്യക്തികൾ ഉണർവിനുള്ളതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആമേൻ പറയുക. ചില സഭകൾ, അഭിഷിക്തന്മാരെ, ചില സഭകൾ ഉണർവിനുള്ള സഭയാ. നിങ്ങളുടെ സഭ റിവൈവലിനുള്ളതാ. അഭിഷിക്തന്മാരെ, നിങ്ങളുടെ സഭയുള്ള ദേശം ഉണർവിന്റെ ദേശമാ. പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ കയറി നിൽക്കുന്ന ഞങ്ങളുടെ യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കന്മാർ, ഞങ്ങൾ ഇവർക്ക് വേണ്ടി കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ യേശു കർത്താവിനോട് ചേരട്ടെ, യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയട്ടെ, സ്നാനമേൽക്കട്ടെ, അഭിഷിക്തരായി ദൈവത്തെ ആരാധിക്കട്ടെ. ഞങ്ങൾ കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഇവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വീടിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ ഇവരെ ആശീർവദിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ മിഷണറി വേല ചെയ്യുവാൻ സമർപ്പിതരായി ഈ ജനത്തെ പരിശുദ്ധാത്മാവെ നിന്റെ കയ്യിൽ തരികയാ. യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ ഈ ജനത്തെ ആശീർവദിക്കുന്നു. അവർ വേലക്കാരായി പുറത്തിറങ്ങട്ടെ. അസാധാരണമായ വേല അവർ ചെയ്യട്ടെ. ആശീർവദിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ചേർന്ന് പറ ആമേൻ. ബോലോ യേശു മസീഹ് കി, बोलो यीशु मसीह की, बोलो यीशु मसीह की। तो चलो आओ सभी हाथ उठाकर सभी बोलो यीशु मसीह की जय जय, क्योंकि उसकी करुणा सदा की है, क्योंकि उसकी करुणा। Come on, बोलो यीशु मसीह की। बोलो one more time, one more time, one more time. बोलो यीशु मसीह की।
വന്നവൻ, വരുന്നവൻ, വരാനിരിക്കുന്നവൻ, ജയിച്ചവൻ, ജയിക്കുന്നവൻ, ജയിപ്പാനായി പുറപ്പെട്ടവൻ, അവന്റെ പേരത്രേ. വായ് തുറന്ന് പറ യേശു. ബലോ യേശു മസീഹി. ഉയർത്തിയ കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. സുനിൽ പാസ്റ്ററുടെ പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ സഭ വളരട്ടെ, നിങ്ങളുടെ സഭ വളർന്ന് പന്തലിക്കട്ടെ. സ്നാനമേൽക്കാനുള്ളവർ ദയവായി കർത്തൃദാസൻ പാസ്റ്റർ സുനിലിനെ കണക്ട് ചെയ്തിട്ട് പോകുക. May God bless you all. Amen, amen and amen.